അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ
പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അത് ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നീക്കുവാമേ. എൻ്റെ മക്കളെ, ദൈവവുമായിട്ടുള്ള ഡീലിങ്സ് വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സെമിനാർ പഠിക്കാറെത്തി അവിടെ ചില ആൾക്കാരൊക്കെ പഠിക്കാതെ എന്നോട് ഞാൻ സെമിനാർ പഠിക്കാൻ കാലത്ത് ഈ സ്റ്റഡിയുടെ പഠന സമയമുണ്ടല്ലോ, ആ സമയത്ത് ചില സമയത്തൊക്കെ നാടകം എഴുതും, ചില സമയത്ത് ചെറുകഥ കോമ്പറ്റീഷൻ വരും, ഒക്കെ എഴുതും, ചിലപ്പോൾ കവിത കോമ്പറ്റീഷനൊക്കെ എഴുതും. അപ്പോൾ കൂട്ടുകാരുണ്ടല്ലോ, ആ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കേ. കൂട്ടുകാർ പഠിത്തം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചെവി പറയും, എന്താണ് റീക്കുള്ള തയ്യാറെടുപ്പാണല്ലേ, റീ എന്ന് അവിടെ പറയണം. റീ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുന്ന അതിന് അർത്ഥം. പഠിക്കണ സമയത്ത് ഇരുന്ന് കഥ എഴുതി കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുമെന്നാണ് അർത്ഥം. ഇതേ അപ്പോൾ അത് നിങ്ങൾ എന്താ പറയണത്, അങ്ങനെ സപ്ലൈ അതാണ്. ഇപ്പോൾ ഈ ദൈവത്തിലുള്ള ഡീലീസ് സൂക്ഷിച്ചൊരു സപ്ലി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഹാഗർ എങ്ങനെ കഥാപാത്രമായതാണ്, എബ്രഹാത്തിന് എങ്ങനെയാണ് ഈ ബലിയർപ്പിക്കേണ്ടി വന്നത് സ്വന്തം മകന്, അതെല്ലാം സപ്ലിയാണ്. ഹാഗർ സപ്ലിയാണ്, എബ്രഹാത്തിൻ്റെ ബലിയും സപ്ലിയാണ്. എന്നുവെച്ചാൽ റീ എക്സാമാണ്. ഒരു എക്സാമിന് തോറ്റാൽ ദൈവം അടുത്ത് അതിനേക്കാൾ ഭാരമുള്ള വേറെ എക്സാം വെക്കും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരാളെ എക്സാം ചെയ്ത് സത്യസന്ധമാണെന്ന് കണ്ടാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഹാഗർ എങ്ങനെ വന്നതാണ്? സാറാടെ ചിരിയിൽ നിന്നാണ് ഹാഗർ വരണത്. കർത്താവ് ആദ്യം പറഞ്ഞില്ലേ, അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലേ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയത്തില്ലേ. ഉടനെ സാറാ ചിരിച്ച്, കാരണം ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചു. അപ്പം എന്ത് പറ്റി? അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിശ്വസിച്ച ആ അവസ്ഥയിൽ ദൈവമായിട്ട് ഡീലിങ് നടക്കത്തില്ല. പിന്നെ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ വിശ്വാസം തെളിയിക്കണം. അപ്പം സാറ വന്ന് എബ്രാഹും ആ അതിൽ പെട്ടുപോയി. സാറ ചിരിച്ചപ്പോൾ എബ്രാഹത്തിന് സാറാനെ വന്ന് ശാസിക്കാമായിരുന്നു. പക്ഷെ എബ്രാഹിം മിണ്ടിയില്ല. അതൊരു പുതുമയായിട്ട് എടുത്ത് ദൈവമാണ് സംസാരിക്കണം എന്നുള്ള ദൈവം എബ്രാഹിമിന് തോന്നിയില്ല. 30:18 കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? അതായത് എൻ്റെ ഒരു വാക്ക് ദൈവം തിരികെ ചേർത്തിട്ടുണ്ട്. 18:11 വായിച്ചേ. കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അതിൻ്റെ തീർച്ചയായും തിരികെ വരും. തീർച്ചക്കാണ് പ്രാധാന്യം. വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും എന്ന് പറയുമ്പോ അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അപ്പൊ എന്താണ്?
ഞാൻ അടുത്ത വസന്തത്തിൽ തീർച്ചയായും ഞാൻ തിരികെ വരും. അപ്പോൾ തീർച്ചയായും നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അത് ആ തീർച്ചയായും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണത്. പക്ഷെ ഇത് വചനം കേട്ടിട്ട് ആ പൊട്ടിക്ക് മനസ്സിലായില്ല. അവൾ ചിരിച്ച്. ആ ചിരിച്ചു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം, ദൈവത്തിൻ്റെ വചനം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നില്ല. ഹെബ്രായർ 4:2 എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. വചനം ഇപ്പൊ ഇവിടെ ചിരിച്ചപ്പോൾ എന്ത് പറ്റി? വചനം വിശ്വസിച്ചില്ല. അപ്പോൾ ആ കേട്ട വചനം ഇനി പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്ത്, ഇനി ഇവരുടെ അവിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത്, ലോത്തിനെ ഇളക്കി വിട്ട്. ലോത്തൊക്കെ വെറുതെ അവിടെ ഇവൻ പറഞ്ഞ ഈ ലോത്തൊക്കെ ഇവർ പറഞ്ഞ കേട്ട് ഈ കുഞ്ഞാടിനെ പോലെ പറയുകയാണ്. അല്ലെങ്കിൽ എബ്രാഹിം കൊണ്ടുവരുക ലോത്തിനെ. ലോത്ത് വല്ല ഗുണ്ടായുസം കൊണ്ടാ കാണിക്കണമെന്നുണ്ടെങ്കിൽ ലോത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പഞ്ചപുച്ഛം അടക്കിയ ഇയാളുടെ ഒരു ദാസനായിട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ ചിരിച്ച് പണി മേടിച്ചപ്പോൾ ലോത്തിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു. എന്താണ്? അവനവരുടെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് പിന്നെ എബ്രാഹത്തിനെ സമ്മർദ്ദത്തിലാക്കി. വെള്ളപ്രശ്നവും അങ്ങനെ പല പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇതുപോലെ ലോത്ത് കുറച്ച് പരുക്കനായി. സാറായിക്ക് ലോത്തിന് സംശയം. എബ്രാഹിം അങ്ങ് വീട് ചത്തു കഴിഞ്ഞാൽ പിന്നെ ലോത്തിൻ്റെ ഭരണവില വരാൻ പോണത്. അപ്പോൾ സാറാനെ എങ്ങനെ കൊന്നാൽ എന്ത് ചെയ്യും? സമ്പത്തെല്ലാം അടിച്ചെടുക്കൽ. ഈ ലോത്ത് കഥാപാത്രമല്ല, ചിരിച്ച് കഥാപാത്രം. ഇവള് ചിരിച്ച് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ആ കണക്ഷൻ പോയി. അപ്പം ലോത്ത് ബലം പ്രാപിച്ചു. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന കുഴപ്പമാണ്, നിങ്ങൾ ഈ പ്രാർത്ഥന മുടക്കുകയും നിങ്ങൾക്ക് ഇത്തിരി പണം കിട്ടിക്കഴിയുമ്പോഴും ജോലി കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിനൊക്കെ മറക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവായിട്ട് ഭയങ്കര സ്നേഹവും പൊന്നും തേനും ഒക്കെ ആയിരുന്നു, മക്കളുമായിട്ടൊക്കെ ഭയങ്കരമായിരുന്നു. നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിന്നെ കറക്കവും പിന്നെ കുർബാനയില്ല, അവിടെ പോകുന്നു. പിന്നെ ജോഗിങ് അല്ലല്ല, ഓരോ സ്ഥലത്ത് റിസോർട്ടിൽ പോയി ആൾക്കാർ താമസിക്കല്ലേ. ഞായറാഴ്ച എങ്ങനെ പോയി താമസിക്കും, കുർബാനക്ക് പോകത്തില്ല. കാര്യം എന്താ? അവർക്ക് ഇനിയിപ്പോൾ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യും? അവസാനം ആ മക്കളുമൊക്കെ തോന്നിയവാസികളായി. നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ കേമത്തം കൊണ്ട് ഒരുത്തൻ പാട്ട് പാടാൻ പോയി അവൻ്റെ കുടുംബം ഇന്ന് മൊത്തം നശിച്ചിരിക്കുക അല്ലേ? ദൈവത്തിന് മറന്ന പണി കിട്ടും. അത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടായാലും ദൈവത്തിൻ്റെ ആ ചൈതന്യത്തിൽ വളർന്നു വന്നതിന് ശേഷം നമ്മളിത്തിരി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ മറക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റടക്ക് പോകത്തില്ല. ഇപ്പം സാറാവുന്ന ചിരിച്ചതാണ് കൂടാരത്തിൻ്റെ പറയുന്നുണ്ട്. ഇപ്പം എന്നാ പറ്റി? ലോത്ത് അത്രയും നാളും പത്തി മുടക്കി കിടന്ന് ലോത്ത് ബലം പ്രാപിച്ച്. സാറൊക്കെ പേടിയായി. സാറാ പറഞ്ഞ്, ദൈവത്തിൻ്റെ വാക്യം കേട്ടുകൊണ്ട് കാത്തിരുന്ന നിങ്ങളുടെ തലേന്ന് ഞൊട്ടിക്കൊണ്ട് ശത്രുക്കൾ പോകും. അതുകൊണ്ട് ആകരണ പ്രാപിക്കൂ, പിള്ളേരുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എബ്രാഹത്തിന് ആ സ്ത്രീ അവതാളത്തിലാക്കി. എബ്രാഹം പേടിച്ചു പോയി. അപ്പോൾ ഉടനെ ഹാഗർ ഗർഭിണിയായി. അപ്പോഴേ ആ എബ്രാഹം സാറാഭരണ കേട്ടില്ലേ? സാറാഭരണ കേട്ടാണല്ലോ എബ്രാഹം ദൈവം എന്താ പറഞ്ഞത്? വസന്തത്തിൽ തീർച്ചയായും ഞാൻ എതിരെ പോകും, അപ്പോൾ നിനക്കൊരു ആൺകുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ട ആളാണ് എബ്രാഹം സാറാഭരണ കേട്ടപ്പോൾ ഇനിയിപ്പോൾ ദൈവം എപ്പോഴാണ് അറിയത്തില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ആഗറിനെ പ്രാപിച്ചു. ഇസ്മയിൽ ജനിച്ചു. പിന്നെ എന്ത് ചെയ്ത്? ദൈവം വാക്ക് പാലിച്ചു. ദൈവം ഇസഹാക്കിനെ കൊടുത്തു. പക്ഷേ ആഗർ എങ്ങനെയാണോ സാറയുടെ ചിരിയിലൂടെ രംഗത്ത് വന്ന് ഇവർക്കെതിരായത്, അതുപോലെ ഹാഗർ സാറാക്കെതിരായി. ദൈവം പറഞ്ഞാൽ കേൾക്കാതെ എബ്രാഹം സാഗറിനെ പ്രാപിച്ചതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ പരീക്ഷണത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതാണ് ഇസഹാക്കിൻ്റെ ബലി എന്ന് പറയുന്നത്. ഇസഹാക്കിൻ്റെ ബലി എബ്രാഹം മലത്തി വെച്ചതാണ്. ഈ ഹാഗറിനെ പ്രാപിക്കാതിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം പോലെ വിശ്വാസത്തോടെയും പ്രത്യേകം കാത്തിരുന്നെങ്കിൽ എബ്രാഹത്തിൻ്റെ ബലി ഒഴിവാക്കാമായിരുന്നു. അത് എൻ്റെ ഒരു സ്വകാര്യ ചിന്തയാണ്. സഭ ഇങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പഠനങ്ങളൊന്നുമില്ല. എന്നാലും ഈ പ്രലോഭനങ്ങൾ രണ്ടും
നമ്മളെപ്പോഴും ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒഴിവാക്കിയാൽ, നമ്മൾ അതിനേക്കാൾ വലിയ ഒരു കുരിശ് ഒഴിവാക്കിയാൽ ഇനി വരാമ്പോൾ അതിനേക്കാൾ വലിയ കുരിശായിരിക്കും. അതാണ് ഓരോ ഈ എബ്രാഹത്തിൻ്റെ സാറായുടെയും കഥയുടെ അന്തർധാരയിൽ പോകുന്ന ഒരു നൂലതാണ്. ശരിക്കും എബ്രാഹത്തിന് രണ്ടിനും പണി കിട്ടില്ലേ? തിരിച്ച് സാറായ്ക്ക് ഹാഗറിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. സാറാ പറഞ്ഞ കേട്ട് ഹാഗറിനെ പ്രാപിച്ച എബ്രാഹത്തിന് സ്വന്തം മകനെ ബലിയർപ്പിക്കേണ്ടി വരുന്ന, ബലിയർപ്പിച്ചില്ലെങ്കിൽ പോലും ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനല്ലേ അയാൾ അനുഭവിച്ച് കൂട്ടിയത്. പല ടെൻഷനും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം സാഹചര്യ സമ്മർദ്ദത്തിന് അടിപ്പെടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിശബ്ദമാവുക, ദൈവവഴികൾക്ക് വേണ്ടി കാത്തിരിക്കുക, അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സാവകാശം വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജ്യോതി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 ഉടമ്പടി എടുത്തു. ഞാൻ മോന് വേണ്ടി ഫസ്റ്റ് നിയോഗം വെച്ചു. അവൻ ഇന്ത്യൻ ആർമിയിൽ വളരെ ആഗ്രഹമായിരുന്നു, അവൻ ഇന്ത്യൻ ആർമി ജോലി ലഭിക്കണമെന്ന്. അങ്ങനെ ആ ഫസ്റ്റ് നിയോഗം അതാണ് വെച്ചത്. അപ്പം ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് അവന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അവനും എടുത്തു. അപ്പം ആറ്റിങ്ങൽ മേജർ രവി സാറിൻ്റെ അക്കാഡമിയിലാണ് മോന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. +1 +2 അതിനോടൊപ്പം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ്റെ ഒരു മറ്റേ അവിടെ പഠിക്കുന്ന വലിയ ആൺകൊച്ചുങ്ങൾ പറഞ്ഞു, മോൻ്റെ കാലിൻ്റെ ഫ്ലാറ്റ് കാലാണ്, അത് ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ അത് വിഷയമാകും മോനെ, ലാസ്റ്റ് ചെല്ലുമ്പോൾ അത് വിഷയം. ഇപ്പോഴേ ഇത് കാണിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നല്ല പ്രൊഫഷണലായൊരു ഡോക്ടറെ പോയി കാണാനും ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞു. ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ദൂരം താണ്ടിയാണ് ആ ഡോക്ടറെ കാണാൻ വന്ന. ദൈവം ആ ഡോക്ടറിലൂടെ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ അവിടെ പോയി ചെന്ന് ഡോക്ടറെ അടുത്ത് കണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ എൻ്റെ മോന് ഫ്ലാറ്റ് കാലാണ്, അവൻ ഇന്ത്യൻ ആർമിയിലാണ്, അവൻ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കാലൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒരു രക്ഷയും കിട്ടത്തില്ല, നിങ്ങളിതിന് പോകണ്ട, നിങ്ങൾ വേറെ മോൻ കൊച്ചല്ലേ, അവൻ വേറെ ഏതെങ്കിലുമൊക്കെ എത്രയോ മാർഗ്ഗങ്ങളുണ്ട് പഠിക്കാൻ, അത് പോട്ട് അവൻ ഇതിന് പോകണ്ട, ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇവനങ്ങ് സങ്കടം. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യൻ ആർമിയിൽ കയറണമെന്നാണ് ഇവൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുന്നൊരു മോളാണ്, ഡോക്ടർ ദൈവത്തിൻ്റെ മോനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം താണ്ടി ഡോക്ടറെ അടുത്ത് വന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു വഴി എൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തരണം. ചെരുപ്പൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ആർച്ചടിക്കുന്ന ചെരുപ്പിൻ്റെ കാര്യമൊക്കെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത് ഡോക്ടറെ. അപ്പോൾ പറഞ്ഞു, അത് കൊച്ചിലെയാണ് അതൊക്കെ ചെയ്യാനുള്ളത്, അതിൻ്റെ സമയം കഴിഞ്ഞു പോയി, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി ചെയ്യാൻ പറ്റുന്നത് ഇവന് വേറെ ഏതെങ്കിലും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ടും ഞാൻ നിന്ന് എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞതാ ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു മണ്ട പോയ തെങ്ങിൻ്റെ സ്ഥാനത്ത് ഒരു മണ്ട വെച്ച് പിടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതാണ് ഇവൻ്റെ അവസ്ഥ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് മറുപടി പറഞ്ഞു, ഡോക്ടറെ, മണ്ട പോയ തെങ്ങിൻ്റെ സ്ഥാനത്ത് ഒരു മണ്ട വെച്ച് പിടിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ എൻ്റെ ദൈവത്തിനെ കൊണ്ട് പറ്റും എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അത്രയും ദൂരം താണ്ടി ഇവിടെ വന്നത് ഇതിനു വേണ്ടിയായിരുന്നു ഡോക്ടറെ. ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് സമയമില്ലാത്തതുകൊണ്ട് പോയി ഓടിപ്പോ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് പറഞ്ഞു വിട്ടു. ഞാനങ്ങ് വെളിയിലിറങ്ങി നിന്നിട്ട് അപ്പോൾ എൻ്റെ മോന് സങ്കടം സഹിക്കാൻ വയ്യ, അവനങ്ങ് മുമ്പോട്ടങ്ങ് പോയി. ഞാൻ അവിടെ നിന്ന് ഒരു നിമിഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മോൻ പറയും, ഈ അമ്മ അവിടെ എന്തുവാ ചെയ്യുന്നത്? മോൻ പറയാണ്, ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, തമ്പുരാനെ, ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നാഥനാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, മറ്റേ ഒന്നുമല്ല ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അപ്പനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അമ്മ മാതാവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അമ്മ മാതാവിന്, എൻ്റെ അപ്പന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു ദൈവത്തിന് എന്തെല്ലാം മായാജാലങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. എൻ്റെ മോൻ ഇന്ത്യൻ ആർമിയിൽ ഓഫീസറാക്കി, എൻ്റെ മോനെയും കൊണ്ട് ഈ ഡോക്ടറെ അടുത്ത് എനിക്ക് ഇവിടെ വരണം, എൻ്റെ മോൻ്റെ ഈ ഐഡൻറ്റിറ്റി കാർഡ് എനിക്ക് കാണിക്കണം, എൻ്റെ മോൻ ഇന്ത്യൻ ആർമി ജോലി ലഭിച്ചു എന്നെനിക്ക് കാണിക്കണം, എൻ്റെ ദൈവം മണ്ടപോയ തെങ്ങിൻ്റെ സ്ഥാനത്ത് മണ്ട വെച്ച് പിടിപ്പിച്ചു എന്നെനിക്ക് തെളിയിക്കണം. എൻ്റെ ദൈവത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു. എനിക്ക് അത്ര സങ്കടമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം വലിയവനാണ്. അങ്ങനെ
ഞാൻ അപ്പോൾ പിന്നെ ഈ എൻ്റെ മോൻ പോകുമ്പോഴെല്ലാം ഞാൻ ഈ ഉടമ്പടി തൈലം പൂശി മോന് നെറ്റിയിൽ കുരിശും വരച്ചാണ് അവൻ രാവിലെ അവൻ ഓടാൻ പോകും. അവിടെ ട്രെയിനിങ് 6:45 ട്രെയിനിങ്ങിന് കയറിയാൽ 8 മണി കഴിഞ്ഞ് ഇറങ്ങിയാൽ നേരെ യൂണിഫോം ഇട്ട് അടുത്ത സ്കൂളിൽ വരണം. +1 +2 ആ സാറന്മാർക്കൊക്കെ ഭയങ്കര ഒരു അഭിമാനം അവനെക്കുറിച്ച്. കാര്യം ഇത്രയും കഷ്ടപ്പാടുന്നല്ലോ, 5:30 4:30 എണീറ്റ് ഇത് അത്രയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി അവന് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്നേ പറയാൻ പറ്റും. അവന് ട്രെയിനിങ്ങിന് പോയ സമയത്തും എനിക്ക് ഉടമ്പടി എടുത്തു, അവന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഈ പിന്നെ ട്രെയിനിങ്ങിൽ ഈ ഓട്ടത്തിനും ഉണ്ട്, പിന്നെ മെഡിക്കലുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ ചുട്ടി ഞാൻ ഒരു ജെട്ടിയിൽ വെച്ച് തച്ച് കൊടുത്തു. കുറേ ഓടിയാൽ കളഞ്ഞു പോകും അമ്മ, എനിക്ക് പോയാൽ എനിക്ക് എൻ്റെ അമ്മ എൻ്റെ ചുട്ടി പോകരുത്. ഞാൻ പറയില്ല കളഞ്ഞ് തച്ച് വയ്ക്കാം. പിന്നെ എൻ്റെ ചുട്ടി വേറൊരു ജെട്ടിയിൽ ഞാൻ തച്ച് വെച്ചു അവനെ മെഡിക്കലിന് പോകുമ്പോൾ ഇടാനായിട്ട്. എൻ്റെ കൊച്ച് എനിക്ക് ഇവിടുന്ന് ട്രെയിനിങ്ങിന് പോയത് പിന്നെ ഈ ട്രെയിനിങ്ങിന് പോയ സമയത്ത് എൻ്റെ കൊച്ചിന് ശ്വാസം കിട്ടുന്നില്ല. അമ്മാതിരിയാണ് മുതുകത്ത് 2-3 ദിവസത്തെ ട്രെയിനിങ് ഇതുണ്ട്. ഈ ഓട്ടവും ചാട്ടവും പിന്നെ മെഡിക്കലും എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിനുള്ള സെറ്റപ്പോട് ഇടണം പോകാൻ കുറേ കൂട്ടുകാരുണ്ട്. ഞാനും കൂടെയാണ് മോൻ്റെ കൂടെ പോയ ബസ് സ്റ്റോപ്പിൽ പോയത്. അപ്പോൾ എൻ്റെ കൊച്ചിന് മുതുകത്ത് ചുമക്കാൻ പോയി, അമ്മാതിരി ശ്വാസം വിട്ട്. ഞാൻ 2 കവറിലാക്കി പറഞ്ഞ് ഇങ്ങനെ വെച്ചോ, മക്കൾ തൽക്കാലം പോവുക, ദൈവം തമ്പുരാൻ തരുമ്പം തരും, കിട്ടിയില്ലെങ്കിൽ മോൻ വിഷമിക്കേണ്ട, ആ ദൈവത്തിന് അല്ലാന്ന് സമാധാനം ഇവിടെ എല്ലാം കാണാമല്ലോ മോന് എന്ന് പറഞ്ഞ്, ഇല്ലേ അമ്മ ഞാൻ പോകും അമ്മ, എത്ര വേഗം ഞാൻ പോകും, എൻ്റെ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോകും. അങ്ങനെ എൻ്റെ കൊച്ചു പോയി. അവിടെ ചെന്നിട്ട് ട്രെയിനിങ്ങിന് അപ്പോൾ ഇതിന് NCC ഉണ്ട് ഈ സ്കൂളിൽ. മറ്റേ ഗവൺമെൻറ് സ്കൂളിൽ അവന് NCC കിട്ടിയില്ല, ഇപ്പോൾ ചേർന്ന സ്കൂളിൽ NCC കിട്ടി. അപ്പോൾ ഇവന് അവിടെ ചെന്ന് ഓടിയ സമയത്ത് ഇവന് ഫസ്റ്റ് ഓട്ടം 3 റൗണ്ടാണ്. 1 റൗണ്ട് ഓടിയപ്പോൾ ഇവനങ്ങ് തളർന്ന്, ഇവന് ശ്വാസം കിട്ടുന്നില്ല. 2ാമത്തെ റൗണ്ട് അവൻ ഓടി വന്നപ്പോൾ അവന് പലതും അവന് തല കറങ്ങുന്നത്, ശരീരം കറങ്ങുന്നത്. പക്ഷേ അവന് പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ കാണുന്നത് അമ്മ പ്രാർത്ഥിക്കുന്നു, പെങ്ങൾ പ്രാർത്ഥിക്കുന്നു, പപ്പ പ്രാർത്ഥിക്കുന്നു, വിശ്വാസ പ്രാമണം കയറി വരുന്നു. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വിശ്വാസപ്രാണം കയറി ഓടടാ മോനെ എന്ന് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ട് അമ്മ എങ്ങനെ ശക്തി എങ്ങനെ വന്നോന്ന് എനിക്കറിയത്തില്ല. അവൻ അമ്മ ഇത് പറയണം, എന്നെ കൊണ്ട് ഇതൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ തന്നെ ഇതൊക്കെ പറയണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വാക്കുകൾ കിട്ടത്തില്ല അമ്മ തന്നെ കുറേ കാര്യങ്ങളങ്ങ് പറയണം. അപ്പോൾ എൻ്റെ കൊച്ച് യാന്ത്രികമെന്ന് പറയാം, എക്സലൻറ്റിൽ കയറാനുള്ള കൊച്ച്. അപ്പോൾ എക്സലൻറ്റിൽ ഓടി എത്തുമെന്നായപ്പോഴത്തേക്ക് അവൻ ഗുഡിലായിപ്പോയി. ഫസ്റ്റ് ചെന്ന് ഗുഡിൽ കയറുന്നത് അവനാണ്. അപ്പോഴേ ആ ഗുഡിലെങ്കിലും ഓടി കയറി അവനങ്ങ് കയറി. അപ്പം പിന്നെ അതിൽ മെഡിക്കലുണ്ട്. ആ മെഡിക്കലിന് പോയി. അവന് മെഡിക്കലിന് ചെന്ന് ഈ മറ്റേ ജട്ടി ഇട്ടുകൊണ്ടാണ് പോയി, ആ ചുട്ടി അത് ഇരിക്കുമല്ലോ. ആ മെഡിക്കലിന് പോയി കൊച്ചിങ്ങനെ കാല് ബാക്ക് വെച്ച് ഇങ്ങനെ കാല് വളച്ചാണെങ്കിൽ കാലിങ്ങനെ കോച്ചി പിടിക്കുന്ന കണക്കങ്ങ് അകത്തോട്ടങ്ങ് പിടിച്ച് ആർച്ച് കാണും അവർക്ക്. ഈ ആർച്ച് അങ്ങ് നല്ല രീതിയിൽ അങ്ങ് കാണിച്ച് ആ ഡോക്ടർക്ക് മിടുക്കനമായി മുതുകു തട്ടി അവനെ അങ്ങ് സെലക്റ്റഡ് ആക്കി. അപ്പോഴും എനിക്ക് ഈ കൊച്ച് പോയി കിട്ടിയോ ഇല്ലയോ, കൊച്ചിന് വയ്യ, അങ്ങനെ ടെൻഷൻ അടിച്ചാൽ മീൻ കണ്ടിച്ചോണ്ടിരിക്കുക. ഞാൻ പറയാം എൻ്റെ കൊച്ചിന് എന്തരായെന്നൊന്നും അറിയാൻ വയ്യല്ലോ ദൈവമേ എന്ന് ദൈവത്തിന് ഞാൻ ചുമ്മാ നിൽക്കുമ്പോൾ കാര്യം പറയും. അപ്പനും അമ്മയോടും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോഴേക്കാണ് കൊച്ച് വിളിക്കുന്ന, അമ്മ ഞാൻ വുഡിലാണ് ഓടി കയറിയത്. അപ്പം ഞാൻ പറഞ്ഞ മക്കളെ NCC ഉണ്ട്, മോന് കിട്ടും, ഓക്കെയാ, അത്രയും ഓടി കയറിയാൽ അത് തന്നെ ധാരാളം, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൊച്ചിന് ഇതെല്ലാം ഓക്കെ ആയി, മെഡിക്കലും ഫിസിക്കലും എല്ലാം ഓക്കെ. പിന്നെ ലാസ്റ്റ് റിസൾട്ട് വരുന്ന സമയമുണ്ട്. അപ്പോൾ അമ്മ സന്തോഷിക്കാറായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എല്ലാം ഓക്കെ ആയവരണ്ണന് പിന്നെ ലാസ്റ്റ് പേര് ലിസ്റ്റിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ പറയാം അമ്മ മാതാവേ, എൻ്റെ മോൻ ഇങ്ങനെ ജോലിക്ക് പോകണമെന്നോ ഇങ്ങനെ ട്രെയിനിങ്ങിന് പോകണമെന്നോ ഇങ്ങനെ പരീക്ഷ എഴുതുന്നോ ഒന്നും ഒരു മനുഷ്യരുടെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് പറയും, എൻ്റെ മോൻ പാസ്സായി, ജോലി കിട്ടി എന്ന് എൻ്റെ അമ്മയടുത്ത് ഇവിടെ വന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് എൻ്റെ തിരുകുമാരൻ്റെ അടുത്തും പറഞ്ഞിട്ടല്ലാതെ വേറെ വെളിയിൽ ഒരു വ്യക്തിയുടെ അടുത്തും, എൻ്റെ അപ്പൻ്റെ അടുത്തോ എൻ്റെ അമ്മയടുത്തോ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തോ എൻ്റെ ഭർത്താവിൻ്റെ ആരടുത്തും പറഞ്ഞില്ല. എൻ്റെ അപ്പനും അമ്മയും ഇവിടെയാണ്. ആ മാതാവിനെ പിന്നെ ഞാൻ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയടുത്തും പോകും, അവിടെ അനുഗ്രഹം മേടിക്കും. എൻ്റെ ചേട്ടൻ്റെ അമ്മയടുത്ത് പോകും, അനുഗ്രഹം മേടിക്കും. പരീക്ഷയാണ്, പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ജോലി 20-ാം തീയതിയിലൊന്ന് വൈകിട്ട് 7:30 മണിയായി മെയിൻ റിസൾട്ട് വന്നപ്പോൾ അതിൽ മോൻ്റെ പേരുണ്ട്. 22 അത് രാത്രിയാണ് വന്നത്. 21-ാം തീയതി രാവിലെ ഞങ്ങൾ ഇവന് മോനെ അവിടെ പോകണമായിരുന്നു, സെൻറ്ററിൽ പോകണമായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദിയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പം ഞങ്ങൾ എൻ്റെ മോൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് 1 വർഷമായി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ്. അതും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഇവന് വലിയ പഠിത്തത്തിൽ വലിയ മിടുക്കനൊന്നുമല്ല. പക്ഷേ ദൈവം ഇപ്പം അവന് ഹൈദരാബാദിലായിരുന്നു അവന് ഇത് കിട്ടിയത്, ട്രെയിൻ പീരീഡിൽ ഒരു ഇത് സെലക്ട് ചെയ്യും ഏതാണ് ട്രേഡ്. അപ്പോൾ ഇവന് ഗണ്ണറാണ് ഇഷ്ടം. പക്ഷേ എല്ലാവരും പറഞ്ഞ് പൊക്കമുള്ളതുകൊണ്ട് അത് എടുക്കരുത്, അത് വലിയ റിസ്ക്കാണ്.
അപ്പോൾ ഇവന് ഈ എന്താണ് ടി എ എക്സാം 450 പേര് ടി എ എക്സാം എഴുതി. അതിൽ ഇവനും ഉണ്ട്. ഇവനെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. അവൻ പറയാം എങ്ങനെ ജയിച്ചെന്ന് വെച്ചാൽ, അമ്മച്ചി ഞാൻ കറക്കി കുത്തിയതാണ്, എൻ്റെ മാതാവ് എൻ്റെ വിരൽ പിടിച്ച് ഉത്തരത്തിൽ കുത്തിയതാണ്. 12 പേരാണ് ജയിച്ചത്. 450 പേര് എക്സാം എഴുതിയതിൽ 12 പേരാണ് ജയിച്ചത്. അതൊന്നും എൻ്റെ മോനായിരുന്നു. അതിന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് അതിശയം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇങ്ങനെ യാന്ത്രികം പോലെ നിൽക്കുന്ന ദൈവം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമായിരുന്നാലും പലർക്കും പട്ടാളത്തിൽ പോയി വളരെ ബുദ്ധിമുട്ട് സങ്കടങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മോൻ ചെല്ലുന്നിടത്തെല്ലാം ഭക്ഷണമായാലും ഫുഡായാലും സാറന്മാരായാലും അവനെ സ്നേഹിക്കുന്നവരേ ഉള്ളൂ. അതിൽ എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. ഞാൻ പിന്നെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറയും, അപ്പായേ അമ്മ ഞങ്ങൾക്ക് എന്നാണ് ഈ ആൾക്കാരെ കയറാനൊരു ഭാഗ്യം തരുന്നത്, ഞങ്ങൾക്കും കയറണം കേട്ടോ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഈ സാക്ഷ്യം കേൾക്കുമ്പം ഓരോരുത്തരും മുല്ലപ്പൂ സുഗന്ധം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അപ്പായെ എനിക്ക് സുഗന്ധം ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന്, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണമെന്ന് വെച്ചാൽ ഒരു സഹിക്കുന്ന അപ്പുറം മണം. ഞാൻ ദൈവമേ ഇതെന്തൊരു മണം എന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ട് വലിച്ചു കയറ്റുന്ന ആ മണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങൾ അപ്പം അങ്ങനെയുള്ള പെർഫ്യൂം ഒന്നും വീട്ടിലില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ പൗഡർ ഇറങ്ങാണ് കേട്ടോ? ഇല്ല, ഞാൻ കുളിച്ചിട്ട് ഇങ്ങനെ വന്നേ ഇല്ലയുള്ളൂ. ഞാൻ ചോദിച്ചു, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുന്ന ഇല്ലടി എനിക്ക് കിട്ടുന്നില്ലല്ലേ എന്ന് പറഞ്ഞു. അവർ നല്ലോണം പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ മേലോട്ടങ്ങ് പിടിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടി ഒരു 10-15 മിനിറ്റ് ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എൻ്റെ വീട്ടിലങ്ങ് പൂശി. അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എവിടെ പോയാലും ഞങ്ങളെ കൂടെയുണ്ട്. അത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ എവിടെ പോയാലും മോന് ആ എണ്ണയായാലും ആ ഉപ്പ് ആയാലും ഞങ്ങൾ എവിടെ പോയാലും ആ ചുട്ടിയാണ് ഞങ്ങളെ രക്ഷ. അവൻ പറ, അമ്മ എനിക്ക് ചുട്ടി ഞാൻ എങ്ങ് കൊണ്ട് ഭദ്രമായിട്ട് ആ സർട്ടിഫിക്കറ്റിനകത്ത് വെച്ചിരിക്കുന്ന കാണണം, അതെവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ എൻ്റെ ജീവിതം പോയമ്മ, അതാണ് എൻ്റെ ശക്തിയും ബലമെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. ഞങ്ങളായാലും എവിടെ പോയാലും ആ ചുട്ടിയില്ലാതെ ഞങ്ങൾ എങ്ങും പോകത്തില്ല. ഏത് വണ്ടി അപകടങ്ങളൊക്കെ വരുമ്പം ദൈവമേ ഓരോ കുഞ്ഞുങ്ങളുടെ അപകടം കേൾക്കാൻ നമുക്ക് പേടിയാണ്. പക്ഷേ എവിടെ പോയാലും ഞാൻ ആ ചുട്ടി എൻ്റെ മോൻ ഇവിടെ വരുമ്പോൾ തച്ചാണ് കൊടുത്തുവിടുന്നത്, കൊണ്ട് കളയാതിരിക്കാൻ വേണ്ടി. ആ ദൈവം എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. എനിക്ക് ഇവിടെ എന്നെ ഈ ആൾക്കാരിൽ കയറ്റി നിർത്തിയ എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എന്തെല്ലാം അത്ഭുതങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. സമയ ചുരുക്കം കൊണ്ട് കൂടുതലിത് പറയുന്നില്ല. പിന്നെ പിന്നെ ഭക്ഷണം എൻ്റെ മോന് സെലക്ഷൻ കിട്ടാൻ പോകുന്നതിന് മുമ്പ് വണ്ടി ഇരുന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു, അമ്മ എനിക്ക് ആർമിയിൽ അവർ സെലക്ട് ചെയ്യുമെങ്കിൽ അമ്മ 5 പൊതി കൊടുക്കുമോ അമ്മ പൊതിഞ്ഞത്? ഞാൻ പറഞ്ഞു, കൊടുക്കാം അമ്മ, നമുക്ക് 10 പൊതി കൊടുക്കാം. അങ്ങനെ 10 പൊതി പൊതിഞ്ഞ്. അവൻ്റെ ബർത്ത്ഡേ സമയത്ത് അവൻ പറയും, അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ ഇത് ചെയ്യുമോ? ഞാൻ ചെന്താ മോനെ നിനക്ക് വേണ്ട, ഞാൻ വെച്ച് കേക്ക് മേടിക്കണമെന്ന് അത് മേടിക്കാം. ഇല്ല അമ്മ പാവപ്പെട്ടവർക്ക് 10 പൊതി പൊതിഞ്ഞ് അമ്മ കൊടുക്കണം. ഞാൻ പറഞ്ഞു 10 അല്ല 15 കൊടുക്കാം. അല്ല ഒന്നും വേണ്ട അമ്മ, ഒരു ഇതും വേണ്ട അമ്മ, ഇങ്ങനെ കാര്യങ്ങളാണ് അമ്മ ചെയ്യാനുള്ളത്. പിന്നെ അവനെ കൊണ്ടുവെക്കുന്നത് അവൻ ചെയ്യും, എന്നെ കൊണ്ടുവെക്കുന്നത് ഞാൻ ചെയ്യും. ഭക്ഷണങ്ങൾ പൊതിഞ്ഞ് ഞങ്ങൾ ഓരോ സ്ഥലത്തും അർഹതപ്പെട്ടവരെ കൈ എത്തിക്കണേ എന്ന് പറയും, അങ്ങനെ എത്തിക്കും. അനാഥാലയത്തിൽ ഫുഡ് എത്തിക്കും. ഫസ്റ്റ് ശമ്പളത്തിൽ നിന്ന് 1 രൂപ പോലും അധികം അങ്ങോട്ടിട്ടാണ് ഞങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ ദൈവവേലയ്ക്കൊക്കെ അങ്ങ് ചെയ്തത്. 1 രൂപ പോലും ഞാൻ എടുത്തില്ല. അപ്പോൾ ദൈവം അവിടെ എല്ലാം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ ബൈബിള് വായിക്കുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോൻ വരുമ്പോൾ അവനും വന്ന് പ്രാർത്ഥിക്കും. 3 മണി സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഈ ജീവനോടെ നിൽക്കാൻ ദൈവം. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന ഇല്ലാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് എല്ലാ മക്കളടുത്തും പറയുന്നത് പ്രാർത്ഥന. നമ്മൾ ഈ ഇതൊക്കെ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടി നിന്നാണ് കേൾക്കുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷ്യം കേൾക്കും, ഓരോരുത്തരും സങ്കടം കേട്ടാൽ നമുക്കൊന്നുമില്ല. അപ്പം നമ്മൾ ദൈവത്തോടപ്പം കോടി നന്ദി പറയുക ചെയ്യുന്നത്. ഇനി എൻ്റെ മോൻ്റെ കൊടുക്കാം. എനിക്കൊന്നും പറയില്ല. മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ പേര് സംഗീത്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഉടമ്പടി പുതുക്കി 6/8/2024 ഉടമ്പടി എടുത്തത്. 2ാമത്തെ പുതുക്കിലാണ് എനിക്ക് ആർമിയിൽ ജോലി കിട്ടിയത്. ദൈവം എത്ര നടത്തി നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹാ തീമോത്തിയോസിന് എഴുതിയ 2ാം ലേഖനം 2ാം അധ്യായം 4-7 തിരുവചനങ്ങൾ. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവ്വം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. വിശുദ്ധ പൗലോസ് ശ്ലീഹാ ഈശോ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് തിമോത്തിയോസിനോട് സംസാരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടിയെടുത്ത മക്കൾക്കെല്ലാം ദൈവം വാരിക്കോരി അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കാം.
കൃത്യമായും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് സംഗീതിനെ ഈ ഇന്ത്യൻ ആർമിയിൽ ഒരു വലിയ വിജയം നൽകി അവിടെ ഒരു ജോലി നൽകാൻ ഈശോ കനിഞ്ഞിറങ്ങി അവരെ അനുഗ്രഹിച്ചതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ക്രിസ്ത്യാനിയെ ലജ്ജിപ്പിക്കുന്ന സാക്ഷ്യമാണിത്. ഒരു ക്രിസ്ത്യൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അവരെ വളരെ കളിയാക്കി വിട്ട ആ ഒരു അനുഭവത്തിൽ നിന്ന് ഈ അമ്മയുടെ ഒരു തീരുമാനമായിരുന്നു, എൻ്റെ ദൈവത്തിനെ തലയിൽ തെങ്ങിന് മണ്ടയില്ലെങ്കിൽ മണ്ട വയ്ക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ഒരു അക്രൈസ്തവയായ മകൾക്ക് വളരെ ശക്തമായി ഏറ്റുപറയാൻ സാധിച്ചത് അവരുടെ വചനത്തിലൂടെയുള്ള ജീവിതവും അവരുടെ ഉടമ്പടിയിലുള്ള കൃത്യനിഷ്ഠയും അവർ ഉടമ്പടി എന്താണെന്ന് കൃത്യമായി ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് ജ്യോതി എന്ന അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്താൻ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ലൈറ്റ്ലി അവർക്കൊരു ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിമാർക്ക് വന്നു കഴിഞ്ഞാൽ അത് അസാധ്യമല്ല. പക്ഷേ ഈ മകനെ ദൈവം പിടിച്ചുള്ള ഓരോ ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴും അവന് വളരെ കൃത്യമായി അവൻ്റെ കാലുകളുടെ ബലവും കാലുകളുടെ ആ വലുപ്പവുമെല്ലാം ആർച്ചായി കാണുന്ന എല്ലാ വലുപ്പവുമെല്ലാം കൃത്യമായി ആ എക്സാമിനേഴ്സിന് ദൈവം കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ അനുഭവം ഈ അമ്മ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. ദൈവം ഈ മകനെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് പരിശുദ്ധ അമ്മ നൽകിയത് 450 പേർ എഴുതിയ TA എക്സാമിൽ 12 പേരാണ് ജയിച്ചത്. ആ മകൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, കറക്കി കുത്തിയാണ് ഞാൻ ആൻസർ എഴുതിയത്, എനിക്കത് പാസ്സാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൻ കൊണ്ടുപോയ നേർച്ച വസ്തുക്കൾ എന്ന വലിയ ആയുധം കൊണ്ടാണ് എനിക്ക് ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം എനിക്കുണ്ടായത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സുഗന്ധാഭിഷേകത്തിലൂടെ ആ അമ്മയുടെ സാമീപ്യം അനുഭവിക്കാനുള്ളൊരു വലിയ സൗഭാഗ്യമുണ്ടായ കുടുംബത്തിന്. അതുപോലെ തന്നെ ആദ്യത്തെ ശമ്പളം ഇവർ ദൈവത്തിനാണ് അർഹതപ്പെട്ടവർക്ക് നൽകാമെന്നുള്ളൊരു വലിയ വാഗ്ദാനം അവർ നിറവേറ്റുകയുണ്ടായി. ഇനി ഒരിക്കലും സംഗീതത്തിന് ദൈവത്തെ മറക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ഏതൊരു ബലഹീനതയിലും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുമെന്ന് സംഗീത തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചു കഴിഞ്ഞു. അതുപോലെ ജ്യോതിക്കായാലും അമ്മയ്ക്കായാലും എവിടെയും ഏറ്റുപറയാനുള്ള മനോധൈര്യം ഇന്ന് ദൈവം നൽകിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ അസാധ്യമായ കാര്യങ്ങളെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഒരുപാട് മക്കളാണ് ജോലിയില്ലാതെ വിഷമിക്കുന്നത്, ഒരുപാട് ടെസ്റ്റുകളിൽ എക്സാമുകളിലെല്ലാം തോറ്റുപോകുന്നത്. അവർക്കെല്ലാം വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ട് സംഗീതത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് ഒരു ഈശോയ്ക്ക് ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി നിർത്തിയിരിക്കുന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി കോടാനുകോടി നന്ദി പറയുന്നു. ഇതെൻ്റെ ഭർത്താവ് അനിൽകുമാർ, ഇതെൻ്റെ മകൻ അനന്തു അനിൽ. എൻ്റെ പേര് സുജാത അനിൽ. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ കുമ്മണ്ണൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഇത് രണ്ടാമതാണ് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവമാതാവ് കൃപ തന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഉടമ്പടിയെടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ 3 പ്രാവശ്യം സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. അദ്ദേഹം ഇടപ്പാൾ എന്ന സ്ഥലത്ത് ഓട്ടം പോവുകയും യാത്രക്കാരുമായി അവിടെ വെച്ച് യൂറിൻ പോകാതെ വരികയും 3-4 പ്രാവശ്യം നോക്കിയിട്ട് യൂറിൻ പാസ് ചെയ്യാതെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അവിടെ നിന്ന് അത് എന്തോ മിസ്റ്റേക്ക് കാരണം യൂറിൻ ട്യൂബ് ഇട്ടപ്പോഴത്തേന് യൂറിൻ പോകുന്നതിന് പകരം ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം ചെയ്യുകയും അവിടെ നിന്ന് എൻ്റെ മോള് ചെന്ന് ഇത്രയും ദൂരമാണല്ലോ, അവിടുന്ന് വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് വന്ന് പാലാ മെഡിസിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ അഡ്മിറ്റാക്കിയിരുന്ന ഹോസ്പിറ്റലിലും ഓപ്പറേഷൻ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം അവിടെ കിടക്കുകയും വീണ്ടും തിരിച്ച് വീട്ടിൽ വരികയും വീണ്ടും ഇവർ ട്യൂബ് ഊരി നോക്കിയിരുന്നു. പക്ഷേ യൂറിൻ ഒരു തരവും പാസ് ചെയ്യാതെ വയറ് വീർത്ത് വരികയും
വല്ലാത്ത ബുദ്ധിമുട്ട് വരികയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ആദ്യമേ ഫോട്ടോ എടുത്തുകൊണ്ടാണ് വന്നത്, അച്ഛനെ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ പറ്റിയില്ല, ആളിനെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഈ ട്യൂബ് ഇട്ട അവസ്ഥയിൽ തന്നെ വണ്ടി പിടിച്ച് യൂറിൻ ബാഗോടുകൂടി ഇവിടെ കൊണ്ടുവരികയും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ മാതാവ് കൃപ തരികയും ജോസഫ് അച്ഛൻ്റെ ഒറ്റ കൈവപ്പ് പ്രാർത്ഥനയും സൈത്ത് പൂശലോടും കൂടി ആ വലിയ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം മാറിപ്പോവുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ അവർ ട്യൂബ് ഊരി തരികയും ചെയ്തു. ഇപ്പോൾ ഓപ്പറേഷനൊന്നും ഇല്ലാതെ രോഗം സൗഖ്യപ്പെട്ടു. അമ്മ മാതാവും ഈശോയും തന്ന ഈ വലിയ കൃപയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. എനിക്കിത് വളരെ കൃത്യമായിട്ട് പറയാനൊന്നും അറിയില്ല, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. ഇപ്പോൾ ഒരു ചെറിയ ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. എൻ്റെ ഭർത്താവിന് ഈ രോഗസൗഖ്യം കണ്ടിട്ട് വേറെ ആളിനെയും ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവർ അച്ഛനെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, വന്നിട്ടില്ല. അച്ഛൻ സൈത്ത് പൂശി എൻ്റെ ഭർത്താവിന് വയറിൽ അച്ഛൻ തന്നെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ആ ട്യൂബ് ഊരാൻ കഴിഞ്ഞു. യൂറിൻ ബാഗ് ഊരി കളയുകയും ഒരു 2 മാസത്തോളം ട്യൂബിട്ട് യൂറിൻ ബാഗുമായിട്ട് നടക്കേണ്ടി വന്നു. വലിയ അസ്വസ്ഥതയായിരുന്നു. അത് കാരണം എവിടെയും പോകാനോ കിടക്കാനോ എപ്പോഴും ഈ യൂറിൻ ബാഗ് ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ ഒരു 10 വർഷമായിട്ട് വിൽക്കാതെ കിടന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഹൈ റേഞ്ചിൽ. അത് പല പണിയും നോക്കിയിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്. അതൊരു താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട് സ്ഥലവും ജപ്തി നോട്ടീസും വന്ന് കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്ഥലം വിൽക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇപ്പം തക്ക സമയത്തിന്മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് ഈ ഞങ്ങളുടെ ഹൈ റേഞ്ചിലെ സ്ഥലം ഇപ്പോൾ വിറ്റ് തന്നു. ഇപ്പോൾ അഡ്വാൻസ് കിട്ടിയ അതിൻ്റെ ഒരു ചെറിയ വിഹിതവുമായിട്ടാണ് ഞാനിപ്പോൾ അമ്മ മാതാവിനെ നന്ദി പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. അമ്മ മാതാവ് മാധ്യസ്ഥ അപേക്ഷിച്ച് തിരുക്കുമാരനോട് ഓരോ ദിവസവും കൃപകൾ വാങ്ങി തന്നുകൊണ്ടേയിരിക്കുന്നതിന് ഞാൻ ഹൃദയത്തിൽ നിന്നും കോടാനുകോടി നന്ദി പറയുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഞാൻ ബാങ്കിലേക്ക് പോയിട്ടില്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞതിന് ശേഷം ബാങ്കിൽ പോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യം ആണ്. അവന് രോഗസൗഖ്യം കിട്ടിയിട്ട് 1 വർഷമായി. അവൻ സ്ഥലത്തില്ലായിരുന്നു. അവൻ വിദേശത്ത് സീഷൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിയായിരുന്നു, ഗ്രാഫിക് ഡിസൈനറായിട്ട്. അപ്പോഴത്തേന് അവിടെ ചെന്ന് അവിടുത്തെ ഫുഡ് പിടിക്കാതെ വരികയും പാൻക്രിയാസ് അസുഖം ഉണ്ടാകുകയും ചെയ്തു. 2-3 പ്രാവശ്യം വിദേശത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നാട്ടിൽ വരികയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിട്ട് കാരണം കണ്ടുപിടിച്ചില്ലായിരുന്നു. ആദ്യമേ ഒരു തരത്തിലുള്ള ഭക്ഷണങ്ങളും എരിവോ പുളിയോ ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ശരിക്കും പച്ചച്ചോറും തൈരും മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പച്ചക്കറി വെറുതെ അരിഞ്ഞ് സബോളയും ഉള്ളി ഇട്ടിട്ട് പറ്റിച്ചായിരുന്നു കൊടുത്തിരുന്നത്. ഒരു കറിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ വയറ്റ് വേദന, വയറ് കല്ല് പോലെ കിടക്കുക ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മോനെ ഇവിടെ കൊണ്ടുവരികയും ജോസഫ് അച്ഛനെ കാണാൻ മാതാവ് കൃപ തരികയും മാതാവ് ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് കൃപ തരികയും ജോസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛനെ കാണാൻ പറ്റുകയും അദ്ദേഹം ഒറ്റ പ്രാവശ്യം കൈവപ്പ് ശുശ്രൂഷയും സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയോടും കൂടി ആ വലിയ രോഗത്തിന് ദൈവമാതാവ് സൗഖ്യം നൽകി. ഇന്ന് വരെ ആ അസുഖം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, മോന് ആ സമയത്ത് വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടു പോയി. അതിനിടയ്ക്ക് ഇവൻ്റെ വിവാഹം ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ട് പോയിരുന്നു. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് നടത്തിത്തരണേ മാതാവേ. ഞങ്ങളുടെ കയ്യിൽ അന്ന് 5 പൈസ പോലും ഇല്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണം മോൻ്റെ ആയിരുന്നു. അത്രയ്ക്കും വലിയ ഭംഗിയിൽ മാതാവ് തിരുക്കുമാരനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ആ വിവാഹം നടത്തി തന്നു. അതിനുശേഷം മോന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളൊരു ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേനും മോൻ പറഞ്ഞു, അമ്മ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട്. ഒരു തിങ്കളാഴ്ച വൈകുന്നേരമാണ് മോൻ എന്നോട് പറയുന്നത്, അമ്മ വ്യാഴാഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻ്റർവ്യൂ, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മോനെ നീ പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ വായിൽ അപ്പോൾ വന്ന് ഈ തിങ്കളാഴ്ച രാത്രിയിൽ അവന് ഓക്കെ പറയും. ചൊവ്വ ബുധൻ ഈ 2 ദിവസം കൊണ്ട് അതിൻ്റെ പേപ്പറുകൾ, വിസയും ടിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വ്യാഴാഴ്ച രാവിലെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന്
കൂടുകയും ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കുകയും അമ്മ മാതാവും തിരുക്കുമാരനും ഗ്രാഫിക് ഡിസൈനർ എന്ന ജോലി തന്നെ ഒമാനിലുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ജോലി 3 ദിവസം കൊണ്ട് വിസിറ്റിംഗ് വിസയിൽ പോയി ജോലി നേടുകയും ചെയ്തു. എന്നിട്ട് 3 മാസം അവിടെ നിൽക്കുകയും അതിനുശേഷം നാട്ടിൽ പോരുകയും ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമായിട്ട് മോന് ഇഷ്ടപ്പെട്ട തന്നെ ജോലി ദൈവമാതാവ് ഈശോയോട് മാധ്യസ്ഥത അപേക്ഷിച്ച് സമയത്തിന്മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് തന്നു. അമ്മ മാതാവ് ഇതുപോലെ നിരവധിയായ കൃപകൾ തക്ക സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും കടബാധ്യത ഞങ്ങൾക്കുണ്ട്. പക്ഷേ നാളെ എവിടെ നിന്ന് കൊടുക്കും അറിയത്തില്ലാതെ. അപ്പം എനിക്കൊരു ദൈവവചനം എപ്പോഴും വരും, നാളെ എന്ത് നടക്കുമെന്നതിനെ ചൊല്ലി നീ ഭാരപ്പെടേണ്ട, ദൈവം നിനക്കായി കരുതിക്കൊള്ളും. അപ്പോൾ എൻ്റെ ചിന്ത, നാളെ ദൈവം എനിക്ക് വേണ്ടി കരുതുമല്ലോ, ഞാൻ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്. അതുപോലെ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു പോയി. മറ്റത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലത്തെയുള്ള ടെൻഷൻ വരുമായിരുന്നു ഓരോ പ്രശ്നം വരുമ്പോൾ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ മാതാവും ഈശോയും എന്നോടൊപ്പം ഉണ്ടെന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ അമ്മ മാതാവും ഈശോയും നിരവധിയായ കൃപകൾ, എണ്ണിയാൽ തീരാത്ത അത്രയും കൃപകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇനിയും എൻ്റെ അമ്മ മാതാവിൻ്റെ ഇപ്പം ഞാൻ ഉടമ്പടി 8ാമതാണ് പുതുക്കിയിരിക്കുന്നത്. ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ അടുത്തുള്ള ഒരു മരിയൻ സദനം എന്ന് പറയുന്ന സദനത്തിൽ പോകാറുണ്ട്. അവിടെ പോയി രോഗികളെ കുളിപ്പിക്കുക, ബെഡ്ഷീറ്റ് മാറ്റുക, അവിടെയുള്ള തുണികളൊക്കെ വിരിച്ചു കൊടുക്കുക, തറയൊക്കെ തുടയ്ക്കുക, തൂത്തുവാരുക, അങ്ങനെയുള്ള ജോലികളെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചിലർക്കൊക്കെ മരുന്നുകളെല്ലാം വാങ്ങി കൊടുക്കാറുണ്ട്, ഇൻഹേലർ, ടാബ്ലറ്റുകൾ അങ്ങനെ വാങ്ങി കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ. പിന്നെ ഞാൻ മാസത്തിൽ ഭക്ഷണപ്പൊതികൾ കൊടുക്കാറുണ്ട്. എൻ്റെ ഭർത്താവും എൻ്റെ മോനും ഇതിനെല്ലാം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇവരാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും. പിന്നെ ഞാൻ ബൈബിൾ ദിവസവും വായിക്കാറുണ്ട്. രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൃത്യസമയത്ത് കൂടാറുണ്ട്. വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥന കൂടാറുണ്ട്. ജപമാല ചൊല്ലുന്നുണ്ട് ദിവസവും. പിന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൃത്യ ദിവസം തന്നെ കൂടാൻ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും ചൊവ്വാഴ്ച തന്നെ ലൈവായിട്ട് കൂടുകയാണ് പതിവ്. ഈ കൃപകളെല്ലാം തന്ന മാതാവിനും ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ദൈവമാതാവിനെ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെടുത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും 100,000 കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ചെറുപ്പം മുതലേ ദൈവത്തെ തേടി നടക്കുന്ന ഒരു ഹിന്ദുവായ വ്യക്തിയായിരുന്നു. പല പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുമായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ദൈവത്തെ കണ്ടെത്തിയത്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മുടെ കണ്ണീരൊപ്പാൻ ഒരു ദൈവമുണ്ടെന്ന് ഇവിടെ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട മാതാവ് ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് അതറിഞ്ഞത്. ഇപ്പോഴെന്ത് പ്രശ്നം വന്നാലും എനിക്ക് പേടിയില്ല. കാരണം നമ്മുടെ ദൈവമാതാവും ഈശോയും കൂടെ ഉണ്ടല്ലോ. ദൈവമാതാവ് ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മളെ രക്ഷിച്ചുകൊള്ളല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ള ഒരു ബലമായ ധൈര്യം, ഒരു ചിന്ത എനിക്ക് ഉണ്ട്. ദൈവമാതാവും ഈശോയും ഓരോ ദിവസവും എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ എണ്ണിയാൽ തീരാത്ത കൃപകളോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും 100,000 കോടാനുകോടി ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ദൈവമാതാവിനും പരിശുദ്ധ അമ്മ മാതാവിനും ജോസഫച്ചനും എല്ലാവർക്കും 100,000 നന്ദി പറയുന്നുണ്ട്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക. നിൻ്റെ വ്യാധിയിൽ നിന്നും മോചിതയായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. സൗഖ്യം നൽകിയത് ഈശോയാണ്, പക്ഷെ അതിന് വാതിൽ തുറന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും വിഷമങ്ങൾക്കും ഉള്ളപ്പോൾ ഈ സമയങ്ങളിലെല്ലാം രക്തസ്രാവ സ്ത്രീയെപ്പോലെ അവൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ഈശോയുടെ അരികിലേക്ക് വരികയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ
ആ ദിവ്യ ഈശോയുടെ ഒരു കരസ്പർശനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഈശോയെ ഒന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെയാണ് നാം ഓരോരുത്തരും അമ്മയുടെ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എത്തുന്നത്. നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തട്ടെ എന്നാണ് ഈശോ ആ സ്ത്രീയോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മളോടും ഈശോ പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തട്ടെ എന്നാണ്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. നമുക്കും വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും ഭയങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾക്കും ആ ശബ്ദം കേൾക്കാം, മകളെ നിൻ്റെ വിശ്വാസം, മകനെ നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്ന്. സുജാത അനിൽ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ആദ്യമായി ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെ പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 9 ദിവസത്തോളം യൂറിൻ ബാഗുമായിട്ട് പ്രത്യേക ഒരു അവസരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 4 ഹോസ്പിറ്റലിൽ നിന്നും സജസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ സർജറി മാത്രമാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ വന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, യൂറിനറി പ്രോബ്ലം എന്ന് പറഞ്ഞതുകൊണ്ട് കാണുവാൻ സാധിച്ചില്ല. പിന്നീട് യൂറിനറി ബാഗുമായിട്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ വരികയും അങ്ങനെ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി 9 മാസം സാധിക്കാത്ത കാര്യമാണ് 2 ദിവസത്തിനകം ആ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈശോയും അമ്മയും സുഖപ്പെടുത്തിയത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം കണ്ണീരോടെ വരുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സംരക്ഷണവും ഈശോയുടെ സ്നേഹവുമാണ് നാം ഈ ആലയത്തിൽ നിന്ന് അനുഭവപ്പെടുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛൻ്റെ ആ ആത്മീയ ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് ഒരുപക്ഷെ അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ആത്മീയ ആസ്തിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും. ഈ മക്കൾ ഇതുപോലെ തന്നെ 9 മാസം ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി 4 ഹോസ്പിറ്റലിൽ നിന്ന് സർജറി പറഞ്ഞു. അതൊന്നുമില്ലാതെ 9 മാസം വേറെ 2 ദിവസം കൊണ്ട് ഈശോ തൊട്ട് സുഖപ്പെടുത്തുകയായിരുന്നു. ബൈബിളിൽ പറഞ്ഞ സ്ത്രീയോട് പറഞ്ഞതുപോലെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ നാം കണ്ണീരോടെ ഈ കാലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഈശോ ഈ മക്കളോടും പറഞ്ഞത്, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്നാണ്. അതുപോലെ തന്നെയാണ് 10 വർഷം വിൽക്കാൻ സാധിക്കാത്ത കാര്യം തക്ക സമയത്ത്, അതായത് ഒരു സ്ഥലം വിൽക്കാനും വേറൊരു സ്ഥലത്ത് ജപ്തിയുമാണ്. ആ ജപ്തിയുടെ ഡേറ്റ് വരികയും 10 വർഷം വിൽക്കാത്ത ആ സ്ഥലം ആ തക്ക സമയത്ത് വിൽക്കാൻ സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ വളരെ പെട്ടെന്നാണ്. കാരണം നമ്മുടെ ആവശ്യ നേരത്ത് നമ്മൾ കണ്ണീരോടെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവം. ഉടമ്പടിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും ഇന്നത്തെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഏറ്റവും നല്ല വിളി കേൾക്കുന്ന ഒരു വലിയ വഴിയാണ് ഉടമ്പടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈശോയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു അമ്മയുടെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെയും ജപ്തി കൂടാതെ തന്നെ പരിശുദ്ധ അമ്മ 10 വർഷം നടക്കാത്ത കാര്യമാണ് പെട്ടെന്ന് തന്നെ ആ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും അവിടെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യത്തിൻ്റെ കാര്യം, മകൻ്റെ കാര്യവും. പാൻക്രിയാസിൻ്റെ ഹോസ്പിറ്റലുകളിൽ പോയി, ഇവിടെ തന്നെയല്ല വിദേശത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പിന്നെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഫലമുണ്ടായില്ല. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും വിദേശ രാജ്യത്തെ ട്രീറ്റ്മെൻറ്റും നാട്ടിലെ ട്രീറ്റ്മെൻറ്റും നടക്കാതായപ്പോഴാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ സൈത്ത് തേച്ച് ജോസഫ് അച്ഛൻ സൈത്ത് തേച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ആ രോഗം വന്നിട്ടില്ല. അതും പൂർണ്ണമായിട്ടൊരു രോഗസൗഖ്യമാണ് ഈശോ നൽകിയത്. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ ജോസഫ് അച്ഛൻ്റെ ആ പരിശുദ്ധ അമ്മയെ കാണുവാനുള്ള ഒരു അനുഗ്രഹമാണ് ജോസഫ് അച്ഛന് കിട്ടിയത്. ആത്മീയമായിട്ടുള്ള അത്രയും ഡിപ്പോസിറ്റ് ഉള്ളത് കൊണ്ടാണ് അച്ഛന് ആ അനുഗ്രഹം കിട്ടിയത്. ആ അനുഗ്രഹത്തിൽ നിന്നാണ് നമുക്കുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. നമുക്ക് ആ അനുഗ്രഹം ലഭിക്കുന്ന ഉടമ്പടിയിൽ കൂടിയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിക്കുമ്പോഴാണ് നമുക്കും ഈശോയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത്. സുജാത അനിൽ എന്ന സഹോദരിയുടെ 8ാമത്തെ പുതുക്കലാണ്. ഉടമ്പടിയിൽ തുടർച്ചയായിട്ടുള്ളൊരു ജീവിതമാണ്, നിലനിൽക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ ഈശോയും അമ്മയും ഏറ്റെടുക്കുന്നത്. മകനുള്ള ജോലിയും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു ജോലി വെറും 3 ദിവസം കൊണ്ടാണ്. നമ്മൾ എത്രയോ നാളാണ് വിദേശ ദേശത്തേക്ക് ഒരു ജോലിക്ക് നോക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെയും അമ്മ പ്രാർത്ഥിച്ച്
തിങ്കളാഴ്ച പറയാണ് മോൻ പറയാണ് ഒരു ജോലി അവിടെയുണ്ട്. പെട്ടെന്ന് തന്നെ വിതിൻ 3 days, അതായത് ഇവിടെയാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും ഇടപെടുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്ന ഒരു വലിയ കാര്യമാണ് സമയചുരുക്കം. വിതിൻ 3 days മോന് ഒമാനിൽ പോവുകയും തിരിച്ചു വരികയും വർക്ക് ഫ്രം ഹോമുള്ള ഒരു നല്ലൊരു ജോലി കിട്ടി ഈശോയെ അമ്മയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഈശോയും അമ്മയും നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ഉടമ്പടി ജീവിതം. നമുക്കെല്ലാവർക്കും ആ ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ആ ഇൻവിറ്റേഷൻ, ആ വിളി കിട്ടിയെങ്കിൽ നമ്മളൊരു തിരഞ്ഞെടുത്ത ജനമായതുകൊണ്ടാണ്. മറ്റുള്ള ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം നമ്മൾ ഉടമ്പടി മക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യമാണ്, നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കരുതലുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും വിശ്വാസത്തോടെ ദൈവത്തോടും ചേർന്ന് നിൽക്കാം. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും ഭയങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ ദിവ്യ സ്പർശനം നമ്മെ സുഖപ്പെടുത്തുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ മകനെ മകളെ എന്നുള്ള വിളി നമുക്ക് ശ്രവിക്കാൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാനും ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുജാത അനിലിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ സാക്ഷി നിർത്തിയത്, ദൈവത്തെ ഞാൻ തേടി നടന്നു, അന്വേഷിച്ച ദൈവത്തെ ഞാൻ കണ്ടെത്തി. എവിടെയാ? പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നപ്പോഴാണ് തേടി നടന്ന ആ ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുജാത അനിലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അലീന ടിസജി. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ഒരു അത്ലറ്റാണ്. എൻ്റെ ഈവൻ്റ് ട്രിപ്പിൾ ജമ്പ്. ചെറുപ്പം തൊട്ടേ സ്പോർട്സ് ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം 13 മീറ്റർ ചെയ്ത് റെയിൽവേയിൽ ജോലി വേണമെന്നായിരുന്നു. പക്ഷേ ഈ ട്രിപ്പിൾ ജമ്പ് ചെയ്യുന്ന ഒരാൾക്ക് 13 മീറ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ 2022 എൻ്റെ അനിയൻ മരിച്ചു. അപ്പോൾ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടൊക്കെ ആയി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ജനുവരി 4-ാം തീയതിയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒന്നാമത് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ 2023 എനിക്ക് നടുവേദനയായി. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോൾ കുനിഞ്ഞ് ഒന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് യൂട്യൂബിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കാണുന്നതും അങ്ങനെ കൃപാസനത്തിൽ വരുന്നതും, പണ്ടൊക്കെ ഞാൻ പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് മടിയായിരുന്നു. പള്ളിയിൽ പോകത്തില്ല, പ്രാർത്ഥന ചൊല്ലത്തില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. സ്കൂൾ ടൈമിലെ കുറേ നാഴ്സൊക്കെ പോയെങ്കിലും എനിക്ക് മെഡലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നാഷണൽസ് പോകുമ്പോഴേ എൻ്റെ ചിന്ത എന്നാ, എൻ്റെ മിടുക്ക് കൊണ്ടാണ് എനിക്ക് മെഡൽ വരുന്നതെന്നൊരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് കൃപാസനത്തിൽ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടി. എൻ്റെ കയ്യിൽ ഫുള്ള് കുളിരി കയറുന്ന പോലെയും മാതാവ് എൻ്റെ കൂടെ ഉള്ള പോലെയും. കാരണം ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, എന്ത് അറിയാത്തൊരവസ്ഥ. അപ്പം നടുവേദനയും കൂടെ ആയി, എവിടെ എത്തുന്നില്ല, സപ്പോർട്ടിന് ആരുമില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉപ്പ് മേടിച്ചുകൊണ്ടാണ് പോയത്. ഉപ്പ് മേടിച്ച് അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് മാറ്റമൊക്കെ തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആദ്യത്തെ മത്സരം ഡിസംബറിലെ മത്സരത്തിന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പോലും 2 ജമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. 2 ജമ്പ് ചെയ്യുമ്പോൾ തന്നെ എവിടെയെങ്കിലും എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസമാകത്തുള്ളൂ. അപ്പോൾ അപ്പോഴും എനിക്ക് ടെൻഷനായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബറിൽ ഓൾ ഇന്ത്യ മീറ്റിന് പോയി. ഒഡീഷയിൽ ഞാൻ പോയി. പക്ഷേ അവിടെ ചെന്ന് അത്ഭുതം എന്ന് പറയട്ടെ, 6 ജമ്പാണ് എനിക്ക് ആകെയുള്ളത്. ഇവിടെ 2 ജമ്പ് ചെയ്യുമ്പോൾ തന്നെ തളർന്നു വീഴുന്ന ഞാൻ അവിടെ ചെന്ന് 6 ജമ്പും ചെയ്ത് 2 സെൻറ്റിമീറ്ററിന് ഞാൻ സെക്കൻഡ് വന്നു. ഓൾ ഇന്ത്യ മീറ്റിൽ ഞാൻ സെക്കൻഡ് വന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു കുട്ടി പറഞ്ഞു, ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ രൂപം അവൾ യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞു. മെഴുകുതിരിയിൽ ഒരാൾ സാക്ഷി ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പോലും എടുക്കാത്ത എനിക്ക് മാതാവ് അനുഗ്രഹം തന്നിട്ട് ഞാൻ മാതാവിനെ തള്ളി പറഞ്ഞൊരു വ്യക്തിയാണ്. പിറ്റേ ദിവസം ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് അപ്പോഴും എൻ്റെ മൈൻഡ് പോയി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഹിന്ദുവായൊരു കൊച്ചു വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി സാക്ഷി ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാരി, എന്നെക്കൊണ്ട് ഇത് പറ്റുന്ന കാര്യമൊന്നുമല്ല, പള്ളിയിലൊന്നും പോകാൻ എനിക്ക് പറ്റത്തില്ല, 5:30-7 മണിക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അങ്ങനെയല്ല, ചേച്ചി ഉടമ്പടി എടുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഒരു ഹിന്ദു കുട്ടി ക്രിസ്ത്യാനിയായി എൻ്റെ അടുത്ത് അവളാ വന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ നിർബന്ധത്തിനാണ് ഞാൻ വരുന്നത്. എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി 4, 2025 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു.
അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ഒരു ട്രയൽ വന്നു, സെൻട്രൽ റെയിൽവേയിൽ ട്രയൽ വന്നു. ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മീറ്റർ ചെയ്ത് സദേൺ റെയിൽവേയിൽ വീടിനടുത്ത് തന്നെ എനിക്ക് ജോലി വേണമെന്നായിരുന്നു ഞാൻ ഉടമ്പടിയിൽ എഴുതിയത്. കാരണം 13 മീറ്റർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ ഫസ്റ്റ് ട്രയൽ വന്നു മുംബൈയിൽ. അപ്പോൾ അതിൽ പോയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, 12-20 ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തു വന്നിട്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ ഓർത്തു. പിന്നെ ഫെബ്രുവരിയിൽ ചെന്നൈയിൽ ഒരു ട്രയൽ വന്നു ICFൻ്റെ. അതിലും എനിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ രണ്ടാമതും എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എന്താ ഉടമ്പടിയിൽ എഴുതിയത്, 13 മീറ്റർ ചെയ്ത് സദേൺ റെയിൽവേയിൽ ജോലി വേണമെന്നായിരുന്നു എഴുതിയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മാതാവ് എനിക്ക് വേണ്ടി നീക്കി വെക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഫസ്റ്റ് മത്സരം ജൂലൈയിൽ ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ സ്പൈക്സിലും ക്യാൻവാസിലും നെറ്റിയിലും നമ്മുടെ ഇടുന്ന സ്ലീവ് ടൈറ്റ്സ് എന്തൊക്കെ ഡ്രസ്സാണ് അതിലെല്ലാം ഞാൻ മാതാവിൻ്റെ തൈലം തേക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷന് ഞാൻ പോവുക. അപ്പോൾ 12:70 ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് ജൂലൈയിൽ ഫസ്റ്റ് മീറ്റിന് പോയിട്ട് 13:30 ഞാൻ ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? ഞാൻ പണ്ടൊക്കെ എൻ്റെ സ്വന്തം ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നെ മനസ്സിലായി എൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം മാതാവ് ഒറ്റൊരാളുടെ കടാക്ഷം കൊണ്ടാണ് എനിക്ക് അന്ന് 13:30 ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ചെറുതിലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഫോട്ടോയൊക്കെ പത്രത്തിൻ്റെ പുറകിലത്തെ പേജിൽ വരണമെന്ന്. പിന്നെ ഞാൻ ആഗ്രഹം ഞാൻ വിട്ടു. പിന്നെ ചെന്നൈയിൽ അതിൻ്റെ ബാക്കിയായിട്ട് സീനിയർ നാഷണൽ ചെന്നൈയിൽ വെച്ച് നടന്നപ്പം അതിലും 13:15 ചെയ്ത് എനിക്ക് സെക്കൻഡ് വരാൻ പറ്റി. അപ്പം മനോരമയുടെ ലാസ്റ്റ് പേജിൽ എൻ്റെ ഒരു ഫോട്ടോ വന്നു. അപ്പം ഞാൻ ഓർത്തു ഞാനേ മറന്നുപോയൊരു കാര്യം മാതാവ് അത് മറന്നിട്ടില്ല. 9-10 ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അങ്ങനെയൊക്കെ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ വെച്ച് നടന്ന മീറ്റിൽ അങ്ങനെ ഒരു ഫോട്ടോ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഓൾ ഇന്ത്യ മീറ്റ്, അപ്പം ഞാൻ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ മീറ്റാണ് ജനുവരിയിൽ ഓൾ ഇന്ത്യ മീറ്റ് മംഗലാപുരത്ത് വെച്ചിട്ട്. അപ്പോൾ രണ്ട് റൗണ്ടാണ്, ഒന്ന് ക്വാളിഫയർ റൗണ്ട് ഒന്ന് ഫൈനൽ റൗണ്ടും. ക്വാളിഫയർ റൗണ്ടിൽ എനിക്ക് രാവിലെ 8 മണിക്കാണ് ട്രിപ്പിൾ ജമ്പ് ചെയ്യേണ്ടത്. രാവിലെ 3 മണിക്ക് എനിക്ക് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റപ്പോഴത്തേനും എനിക്ക് മൈഗ്രെയിനായി. ഞാൻ എങ്ങനെ 8 മണിക്ക് പോയി ഞാൻ എങ്ങനെ കോമ്പറ്റീഷൻ ചെയ്യും? എനിക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ വാമപ്പ് ചെയ്യാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ 12:50 ക്വാളിഫൈ മാർക്കായിരുന്നു. അവിടെ ചെന്ന് ഒന്നും ചെയ്യാതിരുന്ന ഞാൻ ആ തൈലം എടുത്ത് എൻ്റെ നെറ്റി മൊത്തവും മാതാവിൻ്റെ തൈലമായിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ആകെ തൈലം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, തൈലവും ഉപ്പും ഞാൻ കുറച്ച് വായിൽ തൊട്ടിട്ടാണ് ഞാൻ പോവുക. തൈലം മാത്രം ഉപയോഗിച്ച് അവിടെ ചെന്നു. ഫസ്റ്റ് ജമ്പ് തന്നെ 12:50 ഞാൻ ചെയ്തു. ബാക്കി 2 റൗണ്ടും എന്നെക്കൊണ്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. മാതാവ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എന്നെ തിരിച്ചു വിട്ടു. പിന്നെ പിറ്റേ ദിവസം 3 മണിക്ക് അടുത്ത ഫൈനലാണ്. അപ്പോഴും രാവിലെ 5:30 എണീറ്റപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വരുന്ന ഒരാൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഫുള്ള് വോമിറ്റിങ്, കാര്യങ്ങൾ, തലകറക്കം, ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് എന്താ? കൊന്ത, ജപമാല, വിശ്വാസപ്രമാണം, തൈലം, ഇത് മാത്രം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എനിക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളായിരുന്നു ആകെ എനിക്ക് ആശ്വാസം. അങ്ങനെ 3 മണിക്ക് ഈവൻ്റ് രാവിലെ പിന്നെ പോയി ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ കോമ്പറ്റീഷന് പോയപ്പോഴും അവിടെയും മാതാവ് ഒരു ഉറപ്പും ഇല്ലാണ്ട് പോയി എനിക്ക് മാതാവ് അവിടെയും ഫസ്റ്റ് തന്നു. അങ്ങനെ 13 മീറ്റർ ഒരു തവണയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് കുറേ തവണ മാതാവ് ചെയ്യാൻ പറ്റി. പിന്നെ മാർച്ചിലൊരു കോമ്പറ്റീഷനും ഇതുപോലെ 6:50 എനിക്ക് ഈവൻറ്റ്. വൈകുന്നേരം ആ ഈവൻറ്റിൻ്റെ സമയത്ത് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന 7 മണിക്ക് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ബാക്കി പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ജോമാരെല്ലാം ചൊല്ലി ഓരോ റൗണ്ടിനിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ കാണുന്നുണ്ട്, എന്നാലും എനിക്കതൊന്നും വിഷയമല്ല, മാതാവിൻ്റെ കൂടെ ഉണ്ടായാൽ മതിയെന്ന് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയും 13-12 ബാംഗ്ലൂരിൽ ചെയ്യാൻ പറ്റി. അവിടെ എനിക്ക് സെക്കൻഡ് വന്നു. അങ്ങനെ മാർച്ച് 17 എന്നെ വിളിച്ചു, റെയിൽവേയിൽ നിന്ന് വിളിച്ചു. മാർച്ച് 17 അവിടെ ചെന്നപ്പോഴത്തേനും കോട്ടയത്തോട്ട് പോസ്റ്റിംഗ് തരാം, പൊക്കോളാൻ പറഞ്ഞു. 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് കുറേ ദിവസമായിട്ടും എന്നെ വിളിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് മാതാവിൻ്റെ രൂപം ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരമാണെന്ന് പറഞ്ഞ് എനിക്ക് മാതാവ് കാണിച്ചു തന്നു മാതാവിൻ്റെ രൂപം. അവിടെ ഞാൻ മാതാവിൻ്റെ രൂപം കണ്ടു. അങ്ങനെ ഞാൻ എല്ലാവരെയും വിളിച്ച് കാണിച്ചു, ഇത് മാതാവല്ലേ നോക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അന്ന് തന്നെ എന്നെ ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു. 2 ദിവസത്തിനുള്ളിൽ നിനക്ക് കോള് വരുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു, കോട്ടയത്തോട്ട് പോസ്റ്റിംഗ് നിനക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയം റെയിൽവേയിൽ 13 മീറ്റർ എൻ്റെ ആഗ്രഹം പോലെ തന്നെ 13 മീറ്ററിന് മുകളിൽ പലതവണയും ചെയ്യിച്ച് മാതാവ് എനിക്ക് സദേൺ റെയിൽവേ കോട്ടയത്ത് തന്നെ എനിക്ക് പോസ്റ്റിംഗ് തന്നു. ഇങ്ങനെ ഇഞ്ചുറി ആണെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും കൃപാസനം വരുന്ന ഒരാളാണ്. എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ ഒരു അത്ലറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് എൻ്റെ സാക്ഷ്യം പ്രചോദനമാവണമെന്നും എനിക്കുണ്ട്. കാരണം എന്നോട് പറയും, നിനക്ക് എന്നാൽ പിന്നെ ഇഞ്ചുറി ആവുന്നവരെല്ലാം നിനക്ക് വിളിച്ച് ഇങ്ങോട്ട് വരാൻ മേലേന്ന് ചോദിക്കും. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. കാരണം എനിക്ക് മാതാവ് ഉടമ്പടി എടുത്തിട്ട് മാതാവ് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും മൈൻഡാക്കാറില്ല. ഇനിയും ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പത്രം ഞാൻ മത്സരത്തിന് പോകുമ്പം എറണാകുളം, കോട്ടയം അങ്ങനെ കുറേ സ്ഥലത്ത് പത്രം കൊണ്ട് കൊടുക്കും. കുറേ പേര് വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും ഞാൻ മൈൻഡാക്കാറില്ല. നമുക്ക് മാതാവ് അനുഗ്രഹം തന്നെങ്കിൽ നമ്മളത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. പറയുന്നവർ പറയട്ടെ, അവരൊരു ദിവസം ഇവിടെ വരും, മാതാവിൻ്റെ അടുത്ത് തന്നെ അവർ വരും എന്ന് എനിക്കറിയാം. പിന്നെ കുറേ കൂട്ടുകാരെ ഞാൻ കൊണ്ടുവന്നു, ഉടമ്പടി കുറച്ച് പേരെയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പള്ളിയിലും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഉടമ്പടിയത്തിന് ശേഷം ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാലയൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര സ്പീഡിൽ ചൊല്ലുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇച്ചിരി സ്പീഡ് എനിക്ക് കൂടുതലാണ്, പെട്ടെന്ന് കൊന്ത ചൊല്ലി തീർക്കണമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം ഭയങ്കര പതിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ആൾക്കാരോട് കുറച്ച് സൗമ്യമായിട്ട് ഇടപെടാൻ തുടങ്ങി. മറ്റേ ദേഷ്യമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കുറേ സ്വഭാവം കുറേ മാറിയിട്ടുണ്ട് കൃപാസനത്തിൽ വന്നതിന് ശേഷം. മാതാവിനും ഈശോയ്ക്കും എനിക്ക് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി ഞാൻ പറയുന്നു. പ്രഭാഷകൻ 34:20 കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അലീന ടി സജി എന്ന ഈ മകളുടെ കായിക ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. മകൾ എങ്ങനെ അമ്മയുടെ അരികിൽ ആദ്യമെത്തി, അമ്മ നൽകിയ അനുഗ്രഹവും സംരക്ഷണവും എന്തായിരുന്നു, അത് ഓൺ ചെയ്യാതെ അല്പമൊന്ന് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും എങ്ങനെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നു, പിന്നീട് എങ്ങനെ ഓരോ നിമിഷവും അത് ഗൗരവമുള്ള ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലും അമ്മ മകളെ എങ്ങനെ കൈപിടിച്ച് നടത്തി ഉയർത്തി എന്നതാണ് മകളുടെ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത്. സീനിയർ പെൺകുട്ടികളുടെ നാഷണൽ മീറ്റർ റെക്കോർഡ് 14.14 മീറ്ററാണ്. മകൾ ഇപ്പോൾ ചാടിയിരിക്കുന്ന ദൂരം 13.30 ഏതാണ്ട് 1 മീറ്റർ ദൂരത്തിൽ ദേശീയ റെക്കോർഡ് മോളുടെ അരികിലുണ്ട്. മകൾ ഈ നാളുകളിൽ ഉടമ്പടിയിൽ ഏറ്റവും ശക്തമായി നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതമാണ് നയിക്കുന്നത്. മകൾ പറഞ്ഞു, 12 മീറ്ററോട് അടുത്ത് 12 മീറ്ററിലായിരുന്നു മകളുടെ ഏതാണ്ട് സ്ഥിരമായിട്ടുള്ള പെർഫോമൻസ്. ആ നാളുകളിലാണ് 13 മീറ്റർ ആ ബെഞ്ച് മാർക്കിൽ റെയിൽവേയിലേക്ക് ജോലി കിട്ടും വിധം തന്നെ ഒന്ന് ഉയർത്തുവാനായി എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അമ്മയുടെ അരികിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതും സന്തോഷത്തോടും സന്മനസ്സോടും കൂടി മകൾ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്നതല്ലെന്നും സൂചിപ്പിച്ചു. ഒരു അക്രൈസ്തവ കൂട്ടുകാരിയാണ് മകളെ ഈ ആലയത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുന്നത്. മകൾ പരിക്കിൻ്റെ പിടിയിലായ സാഹചര്യത്തിൽ കൂടിയാണ് മകൾക്ക് മുന്നോട്ടുള്ള ഗതിക്ക് കുതിപ്പ് കിട്ടുവാൻ വേണ്ടി ആ കൂട്ടുകാരി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. നാം എങ്ങനെ അമ്മയുടെ അരികിൽ എത്തുന്നു എന്നതിലല്ല കാര്യം, എത്തുന്ന നിമിഷം അമ്മയെ നമ്മളെങ്ങനെ നമ്മുടെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിലാണ് കാര്യം. മകളുടെ വാക്കുകളിൽ നമ്മൾ അതാണ് കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഒത്തിരി ഉടമ്പടി ജീവിക്കാൻ പറ്റുമോ, തൻ്റെ സ്വഭാവമൊക്കെ മാറ്റണ്ടേ, ദേഷ്യപ്പെടുന്നതൊക്കെ കുറയ്ക്കണ്ടേ, എങ്ങനെയായിരിക്കും കാര്യമെന്നോർത്ത് ഒത്തിരി പ്രീഒക്യുപ്പേഷൻസ് മുൻവിധികളൊക്കെ മകൾക്കുണ്ട്. എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നു തുടങ്ങുമ്പോൾ അമ്മ മാത്രം ശരണമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ്. മകൾ സൂചിപ്പിച്ചു, ആദ്യത്തെ നിയോഗം എഴുതി വെച്ചത് 13 മീറ്റർ ക്വാളിഫൈ ചെയ്ത് സദേൺ റെയിൽവേയിൽ ജോലി കിട്ടണമെന്നാണ്. റെയിൽവേയുടെ തന്നെ 2 മീറ്റുകളിൽ പങ്കെടുത്ത് അത് രണ്ടും ക്വാളിഫൈ ചെയ്യാതെ 12-12.5 മീറ്ററോടും ചാടി അത് പുറകോട്ട് മാറേണ്ടി വന്നു. എന്നാൽ അമ്മയുടെ അരികിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ, അമ്മ അതിനുള്ള സാഹചര്യം ഇണക്കിയിരിക്കും. അതാ മോൾ പറഞ്ഞത്. 3ാമത്തെ ട്രയൽ വന്നത് സദേൺ റെയിൽവേ ആയിരുന്നു. അവിടെ ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് 13:30 ചാടിക്കൊണ്ട് വളരെ നിഷ്പ്രയാസം, ആർക്കും ഇതെന്താ സംഭവിച്ചതെന്ന് പോലും അത്ഭുതപ്പെടുന്ന വിധത്തിൽ മകൾക്ക് അമ്മ മാതാവ് ആ ഒരു അനുഗ്രഹം ദാനമായി സന്തോഷമായി സ്നേഹത്തോടെ കൈമാറുകയാണ്. മകൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്, മറ്റൊരു നാഷണൽ മീറ്റിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ മൈഗ്രെയിൻ കാരണം ഒന്ന് നിവർന്നു നിൽക്കുവാനോ ഒരു ജമ്പ് എടുക്കുവാനോ പറ്റാത്ത വിധം ക്ലേശിക്കുമ്പോൾ ഉടമ്പടി തൈലം തല മുഴുവൻ പാദം വരെ വാരിപ്പൊത്തിക്കൊണ്ട് മകൾ ചെന്ന് ആദ്യത്തെ മീറ്റ് പങ്കെടുക്കുന്നു. ആദ്യത്തെ ജമ്പ് അത് തന്നെ 12:50 എന്ന ക്വാളിഫൈ മാർക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് മാതാവ് തിരികെ അവളെ ആ ശരീരത്തിൻ്റെ അനാരോഗ്യ അവസ്ഥയിൽ അവളെ തിരികെ മുറിയിലേക്ക് കൊണ്ടുവരുന്നു.
അടുത്ത ദിവസവും ഇതുപോലെ തന്നെ മൈഗ്രെയിൻ കലശലായി നിൽക്കുമ്പോൾ വീണ്ടും അമ്മയുടെ ഉടമ്പടി തൈലം തലമുതൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ വാരിപ്പൊത്തിക്കൊണ്ട് മകൾ പിന്നീടും ചാടുന്നതാണ് മകൾ സൂചിപ്പിച്ചത്. അവിടെ 2 സെൻറ്റിമീറ്ററിന് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും അത്ഭുതകരമാം വിധം അമ്മ ഏറ്റവും നല്ലൊരു ദൂരം കണ്ടെത്തിക്കൊണ്ട് ആ മീറ്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ മകളെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, മകളുടെ കാലുകൾക്ക് കുതിപ്പും മകളുടെ പ്രാർത്ഥനകൾക്ക് ഫലവും മകളുടെ ജീവിതത്തിൻ്റെ ആ ഉദ്ദേശങ്ങൾക്ക് അനുഗ്രഹവുമായി കൃപാസനം ഉടമ്പടി മാതാവ് കൂടെ നിന്നതിനെക്കുറിച്ചും മകൾ തളർന്നപ്പോഴൊക്കെയും മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടിയിലാണോ ധൈര്യമായി മുന്നോട്ട് പോകൂവെന്ന് മകളെ ശക്തിപ്പെടുത്തിയതിൻ്റെയും സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. നമുക്കെവിടെയൊക്കെയാണോ നാം വല്ലാതെ വീണു പോകുന്നത്, ബലഹീനമായി പോകുന്നത്, ഇനി മുന്നോട്ടൊരടിവയ്ക്കുവാൻ പറ്റില്ലെന്ന് സ്വയം നാം കരുതുന്നത്, അവിടെ നമ്മളെ ദീർഘദൂരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉടമ്പടിക്ക് കഴിയും, അമ്മ മാതാവിന് കഴിയും. നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളാണെങ്കിലും നമ്മളെ അമ്മ മാതാവ് ഉള്ളം കയ്യിലെടുത്തുകൊണ്ട് പ്രശ്നത്തിന് പുറത്ത് കൊണ്ടുവന്ന് സുരക്ഷിതമായി നിർത്തുന്നത് നമുക്ക് കാണാനാവും. അത് ഉടമ്പടിയുടെ തനിമയുള്ള പ്രത്യേകതയാണ്. മകൾ അതാ പറയുന്നത്, എനിക്ക് ചുറ്റുപാടും കുറേയധികം നെഗറ്റീവ് സെറ്റ് ബാക്സ് ഉണ്ട്, എങ്കിലും എൻ്റെ ഉടമ്പടിയെടുത്ത നാൾ മുതൽ അമ്മ തൻ്റെ ഉള്ളം കയ്യിൽ എന്നെ ഇങ്ങനെ എടുത്തുയർത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയാണോ ജീവിതത്തിൽ മുന്നേറേണ്ടത് ആ രീതിയിലേക്ക് എന്നെ പ്രൈസ് ചെയ്യിക്കുകയായിരുന്നു. മകൾ തള്ളിപ്പറഞ്ഞത്, മെഴുകുതിരിയിൽ ഒരു കൂട്ടുകാരിക്ക് മാതാവിൻ്റെ രൂപം വന്ന് കേട്ടപ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിപ്പറഞ്ഞ അതേ കാര്യം മകളുടെ കണ്ണുകളിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്ന്, ഞാൻ സംശയിച്ചാൽ സംശയം ദുരീകരിച്ച് അടയാളങ്ങളിലൂടെ നിൻ്റെ ജീവിതത്തെയും വിശ്വാസത്തെയും ബലപ്പെടുത്തുമെന്ന് അമ്മ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി നമ്മളെ എപ്പോഴും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു, വിശ്വസ്തതയിൽ വളർത്തുന്നു, ദൈവാനുഗ്രഹത്തിൽ നിറയ്ക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അമ്മ തിരുക്കുമാരന് കൊടുത്ത് സഹായിക്കണമേ എന്ന്. ഈ മകൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ ദൂരവും താണ്ടുവാൻ അമ്മ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ദൈവസമക്ഷം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ കയറി നിൽക്കാനും എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കിയതിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടോമി ജോസഫ്. ഞാൻ മൂവാറ്റുപുഴ വാഴക്കുളം സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച ഇടവാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരി മാർച്ച് 8-ാം തീയതിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം എൻ്റെ അനിയത്തി പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അപ്പോൾ എൻ്റെ വീട് പണി നടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീട് പണിയെല്ലാം മുടങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ ടോമിച്ചേട്ടൻ നമുക്ക് കൃപാസനത്തിൽ പോകാം, അവിടെ വന്ന പരിശുദ്ധ അമ്മ വഴി എല്ലാം നടത്തി തരുമെന്ന് പറഞ്ഞ അനിയത്തിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം വീട് പണി മുടങ്ങിക്കിടന്ന ആ കട്ടിലപ്പടിയിലെല്ലാം മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വീടിൻ്റെ പണിയെല്ലാം ഉടനെ തന്നെ തുടങ്ങി. വീട് പണിയെല്ലാം പൂർത്തിയായി. വീട് പണി കഴിഞ്ഞ് തന്നെ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ മോളെ കല്യാണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അതേപോലെ തന്നെ ആഗ്രഹം പോലെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാതാവിൻ്റെ സഹായത്താൽ ആ മോൾക്കടെ കല്യാണവും നടന്നു. വീട് പണിയെല്ലാം തീർന്ന് കല്യാണവും നടന്നു. അതേപോലെ തന്നെ എനിക്ക് ഒരു പനി വന്നായിരുന്നു. പനി വന്നിട്ട് ചെറിയൊരു ആശുപത്രിയിലായിരുന്നു ആദ്യം പോയത്. അവിടെ ചെന്ന് ചെറിയ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കിയിട്ടും പനി മാറുന്നില്ല. അങ്ങനെ ഇരിക്കെ തൊടുപുഴയിലൊരു ആശുപത്രി കൊണ്ടുചെന്ന് അവിടെ ചെന്നിട്ടും പല ടെസ്റ്റുകൾ ചെയ്തിട്ടൊന്നും പനി അറിയുന്നില്ല. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നമ്മൾ ഉടമ്പടി എടുത്ത തൈലോ ഉപ്പോ ഉണ്ടല്ലോ, ഞാനത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മളത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എനിക്ക് നല്ലതായിട്ട് പനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവൾ തൈലവും എന്നെ കുരിശ് വരപ്പിച്ച് ഉപ്പും നാവിൽ തൊട്ട് തന്നു. അപ്പം നേഴ്സുമാർ വന്ന് ബ്ലഡ് എടുത്തുകൊണ്ട് പോയി പരിശോധിച്ച് ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ രോഗം കണ്ടുപിടിച്ച് പൂർണ്ണമായിട്ട് എനിക്ക് രോഗശാന്തി കിട്ടി. പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ പറയാൻ സമയമില്ല, അതുകൊണ്ട് മോളുടെ കയ്യിൽ. എൻ്റെ പേര് സ്വർണ്ണ. എൻ്റെ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിൽക്കാൻ പറ്റിയതിൽ മാതാവിനോടും ഈശോനോടും ഒരുപാട് നന്ദി പറയുന്നു. ഇതെൻ്റെ ചാച്ചൻ ടോമി, ഇതെൻ്റെ അമ്മ ബിജി, ഇതെൻ്റെ ഹസ്ബൻഡ് ബേസിൽ, എൻ്റെ 2 മക്കൾ ടാവിയനും കെയിനും. എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഫസ്റ്റ് ബേബിയുടെ ഡെലിവറി ടൈമിൽ എനിക്ക് എപ്പിഡ്യൂറലെടുത്തത് കുറച്ച് നേരത്തെ ആയിരുന്നു. ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് തന്നെ പെയിൻ്റെ കാഠിന്യം കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ചെറുതായിട്ട് പെയിൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റില്ല, എനിക്ക് എപ്പിഡ്യൂറലെടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പിഡ്യൂറലെടുത്തു. അപ്പോഴേ അവർ പറഞ്ഞു, എപ്പിഡ്യൂറലെടുത്തേക്കണത് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ നമുക്ക് റിലീഫ് കിട്ടില്ല എന്നുള്ളത്.
അങ്ങനെ തലേദിവസം രാത്രിയിൽ എന്നെ ലേബർ റൂമിൽ കയറ്റിയതാണ്. പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു എനിക്ക് എപ്പിഡ്യൂറൽ തന്നത്. പിറ്റേന്ന് വൈകിട്ടൊരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വേദന തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര നേരം എനിക്ക് വലിയ വേദനയൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, നിങ്ങൾ എപ്പിഡ്യൂറൽ എടുത്തേക്കണത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഇത് ബൂസ്റ്റ് ചെയ്ത് ശരിയായിട്ടില്ല എന്നൊക്കെ ഡോക്ടറിനോടും നഴ്സസിനോടും ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, PV ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഡൈലേഷൻ ആയിട്ടില്ല, ഇനി ഒരു 3 അവേഴ്സോടെയും കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4 മണിക്കൂറോളം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര പെയിനായിരുന്നു. അപ്പം കൂടെ നിന്നത് അമ്മയായിരുന്നു. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് വേദനയും സഹിക്കാൻ പറ്റുന്നില്ല, അതിനിടയ്ക്ക് എനിക്ക് ചൂടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ AC വെൻറ്റിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ കിടക്കണേ, പക്ഷേ എനിക്ക് ചൂടൊട്ടും പറ്റണില്ല, ചത്തു പോകാൻ തുടങ്ങണ പോലെ തോന്നുക. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഊരിക്കളയാം, എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നതാ, അല്ലെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും ബോധം കെടുത്തിയിട, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുക. അപ്പം നോക്കുമ്പം എൻ്റെ ഓപ്പോസിറ്റ് മാതാവിൻ്റെ ഒരു രൂപം ഇരിക്കുന്നുണ്ട്. ഞാൻ ആ രൂപത്തിൽ നോക്കി മാതാവിനോട് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഉറക്കിത്താ, അല്ലെങ്കിൽ ഈ പെയിൻ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കുറച്ച് തന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സിസേറിയൻ ഭയങ്കര പേടിയാണ്. ആദ്യം മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവേ എനിക്ക് ഡെലിവറി ആക്കി തരണേന്ന്. അപ്പോൾ ചാച്ചൻ്റെ അടുത്ത് പറയുമ്പോൾ ചാച്ചൻ പറയും നീ പേടിക്കൊന്നും വേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിൻ്റെ തൈലം തൊട്ട് കുരിശ് വരച്ച് തേനും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോലും അറിയാതെ നിൻ്റെ ഡെലിവറി നടക്കും, പേടിക്കൊന്നും വേണ്ടെന്ന്. അപ്പം അതിന് മുന്നേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, താഴത്തെ ചാപ്പലിൽ ചാച്ചൻ കയ്യും വിരിച്ച് മുട്ടിൽ നിൽക്കുന്നുണ്ട്, അപ്പം മോന് വേദനയൊന്നും അറിയാതെ തന്നെ ബേബി വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ വേദനയൊന്നും ഒട്ടും കുറയണമില്ല. അങ്ങനെ അമ്മ എനിക്ക് ഒന്നും കൂടി മാതാവിൻ്റെ തൈലം നാവിൽ തൊട്ട് തന്നു. അതിനുശേഷം എടുക്കുക എന്ന് പറയുമ്പം അമ്മ സിസ്റ്ററിൻ്റെ അടുത്തൊരു എന്തെങ്കിലും വീശാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ എടുത്ത് തന്നത് ഒരു കൃപാസനം പത്രമായിരുന്നു. ആ കൃപാസനം പത്രം കൊണ്ട് അമ്മ എന്നെ വീശാൻ തുടങ്ങി. അത്ര ഞാൻ ഓർക്കണുള്ളൂ. അത് വീശി തുടങ്ങി അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഡോക്ടേഴ്സിനെയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഇനി എനിക്ക് ഡെലിവറി വേണ്ട, വേദന സഹിക്കാൻ പറ്റില്ല, സിസേറിയൻ ചെയ്ത് നിങ്ങൾ ബേബിനെ പുറത്തെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്വർണ്ണാതി ബേബിയുടെ ഹെഡ് വന്നു, പുഷ് ചെയ്തു, ഇപ്പോൾ തന്നെ ബേബി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. ആദ്യം ഞാൻ പുഷ് ചെയ്തു, ബേബി വന്നില്ല. രണ്ടാമത് പുഷ് ചെയ്തപ്പോൾ തന്നെ ബേബി പുറത്ത് വന്നു. പക്ഷേ ബേബി പുറത്ത് വന്നതേ ഞാൻ അറിഞ്ഞിട്ടില്ല. ഡെലിവറി കഴിഞ്ഞു എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലാവുള്ളൂ, കാരണം ഞാൻ ആ പെയിൻ അറിഞ്ഞില്ല. അപ്പം അടുത്ത് നിന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇതേ നമ്മുടെ ബേബി എന്ന് പറഞ്ഞു. അന്നേരമാണ് എനിക്ക് മനസ്സിലാവേണ്ടത് ഡെലിവറി കഴിഞ്ഞു, കൊച്ചു പുറത്ത് വന്നു എന്നുള്ളത്. അത് കഴിയുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുക ഇത്രയേ ഉള്ളൂ ഡെലിവറി, നീ ജസ്റ്റ് പുഷ് ചെയ്തപ്പോഴേക്കും കൊച്ചു പുറത്ത് വന്നുല്ലോ എന്നുള്ളത്. അപ്പം ചാച്ചൻ പറഞ്ഞ പോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി നടന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ പോളണ്ടിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു മാൻ പവർ ഏജൻസിയാണ്, എംപ്ലോയ്മെൻറ്റ് ഏജൻസിയാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട് വിസ ചെയ്യാനായിട്ട്. അപ്പം കൂടുതൽ ക്ലയൻസ് നമുക്ക് റെഫറൻസ് ത്രൂ വരണത്. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇടയ്ക്ക് പോളണ്ട് നമുക്ക് ഈ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡ്രോ സിസ്റ്റ് ആക്കി. അപ്പോൾ ഡ്രോ സിസ്റ്റ് ആക്കി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്കൊന്നും ഡ്രോയിൽ ഡേറ്റ് കിട്ടുന്നില്ല. എല്ലാവരും ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ സമയത്ത് പോളണ്ടിൽ തന്നെയുള്ള ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തരാം, ഷുവർ വിസയും ചെയ്തു തരാം, ഇനീഷ്യൽ നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും തരണ്ട, നിങ്ങളുടെ ഫയൽസും പാസ്പോർട്ട്സും മാത്രം നമുക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇനീഷ്യൽ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ, കൊടുത്തു നോക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പോളണ്ടിലുള്ള ആൾ പറഞ്ഞത് വെച്ചിട്ട് ഒരാൾക്ക് 26ഓളം വരുന്ന ഞങ്ങളുടെ ക്ലയൻസിൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സും കൊണ്ട് കൊടുത്തു. അത് കൊടുക്കുന്ന സമയത്തും അവരെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു പേടിക്കേണ്ട, നമുക്ക് മാതാവിൻ്റെ കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കുരിശൊക്കെ വരച്ചിട്ട് കൊടുത്തു വിടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാശുരൂപം ഓരോരുത്തരുടെ ഫയലും പാസ്പോർട്ടും എടുത്ത് അതിൽ കാശുരൂപം വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞങ്ങളെ ഫയൽ കൊടുത്തു വിടണേ. അങ്ങനെ ഫയൽ കൊടുത്തു വിട്ടിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് പേർക്ക് വിസ അടിക്കും. അപ്പോൾ വിസയുടെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തന്നു കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരാളുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ഇവർ ഞങ്ങൾക്ക് അയച്ചു തന്നു. അത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഫേക്കാണ്, ഇവർ പൈസ തട്ടിക്കാനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വിസയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തന്നേക്കുന്ന പാസ്പോർട്ട്സ് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ പറയും 2 ദിവസം കഴിഞ്ഞ് തരാം, 3 ദിവസം കഴിഞ്ഞ് തരാം, അങ്ങനെ ഓരോ ഡേറ്റ് അവർ മാറ്റിക്കൊണ്ടേയിരുന്നു. പാസ്പോർട്ട്സ് ഞങ്ങളുടെ കയ്യിൽ തിരിച്ച് കിട്ടുന്നില്ല. ഞങ്ങളുടെ ക്ലയൻസ് ആണെങ്കിൽ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ അവരുടെ പാസ്പോർട്ട് തന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാച്ചൻ പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചോ, പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കോ, മാതാവ് സഞ്ചാരി മാതാവ് ആ ഡോക്യുമെൻറ്റ്സിൽ കൂടെ ഉണ്ട്, അത് നമുക്ക് തിരിച്ച് എത്തിച്ച് തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
ആ സമയത്ത് എന്ത് ചെയ്യും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. ഈ പാസ്പോർട്ട്സ് എല്ലാം ഡൽഹിയിലാണ് ഉള്ളതെന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ ഡൽഹിയിൽ പോകാനോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇവർ പറയുന്ന ലൊക്കേഷനിൽ ചെല്ലാമെന്ന് ഇവരുടെ ലാംഗ്വേജ് ഒന്നും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, എടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ ബേബീനെ ക്യാരിങ് ആണ്, എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ്. ഈ പാസ്പോർട്ട് ഇങ്ങനെ പോയേക്കണോണ്ട് എന്ത് ചെയ്യുന്നു വിചാരിച്ചെന്ന് പോകുമ്പോൾ നീ ടെൻഷൻ ആവണ്ട, അതെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ചേച്ചീനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ആ ആളുടെ നമ്പർ തന്നേരെ, ഞാൻ വിളിച്ചിട്ട് ഏത് ലൊക്കേഷനിലാണ് ചെല്ലേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞാൻ പാസ്പോർട്ട് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി അതിക്ക് മുന്നേ ചേച്ചീനെ കാണുമോ ചേച്ചിനോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്, ഫ്രണ്ടായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനുള്ളൂ. പക്ഷേ ചേച്ചി ഡൽഹിയിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പം അവർ കുറേ ട്രാപ്പ് പോലെ കുറേ സ്ഥലങ്ങൾ, ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞ് ചേച്ചീനെ ബുദ്ധിമുട്ടിച്ചു. ലാസ്റ്റ് ആ ഡോക്യുമെൻറ്റ്സ് വാങ്ങാൻ ചേച്ചി പോയ സ്ഥലം ഭയങ്കര അവിടുത്തെ ഒരു റൂറലായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, കുറച്ച് പേടിയൊക്കെ തോന്നുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ചേച്ചി ആ ലൊക്കേഷനും ചേച്ചിയുടെ ഹസ്ബൻഡിനും ബ്രദറിനും ഷെയർ ചെയ്തതിന് ശേഷം ചേച്ചി ആ ലൊക്കേഷനിൽ പോയി ഞങ്ങളുടെ 26 പാസ്പോർട്ട് ഞങ്ങൾക്ക് തിരിച്ച് മേടിച്ചുകൊണ്ട് തന്നു. ആ പാസ്പോർട്ട് പോയതിന് ശേഷം അവരുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പം ഇനി ഈ പാസ്പോർട്ടെല്ലാം ഞങ്ങൾ എങ്ങനെ തിരിച്ചെത്തിക്കുന്നത് ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചതാണ്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടും സഞ്ചാരി മാതാവ് കൂടെ പോയാണ് ആ പാസ്പോർട്ട്, ആ ചേച്ചിയിലൂടെ സഞ്ചാരി മാതാവ് പ്രവർത്തിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ പാസ്പോർട്ടെല്ലാം തിരിച്ചു കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് നോർമൽ TRCയിലായിരുന്നു പോണ്ടിൽ നിന്ന്. അപ്പം നോർമൽ TRCയിൽ നിന്ന് ഞങ്ങൾ ബിസിനസ് TRCയിലേക്ക് മാറ്റാനായിട്ട് കാർഡ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ ആൾക്ക് ഡിസിഷൻ വരുന്നില്ല. നോർമലി നമ്മളവിടെ ഒരുപാട് ക്ലയൻസിന് TRC ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ക്ലയൻസിനൊക്കെ വേഗം TRC കിട്ടുന്നുണ്ട്. പക്ഷേ ആളുടെ ബിസിനസ് TRC മാത്രം അവർ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ഡേറ്റ് തരും, ആ ഡേറ്റിൽ നമ്മൾ ഇന്ന് ഡിസിഷൻ വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പം ഒരു മെയിൽ വരും, ഇന്ന ഡേറ്റിലേക്ക് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തു, അല്ലെങ്കിൽ വീണ്ടും ഇന്ന ഡോക്യുമെൻറ്റിൻ്റെ പുതിയ ഒരിത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്ക് 2-3 ദിവസമായിട്ട് കൃപാസനം വരെ പോകാനായിട്ട് തോന്നുക, കൃപാസനത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാർഡിൻ്റെ ഡിസിഷൻ വരുന്ന എനിക്ക് അങ്ങനെ ഒരു തോന്നല, നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും എല്ലാവരും കൂടി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് നെറ്റ് ഓഫായിരുന്നു. വീട്ടിൽ ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് വീട് വരെ. വീട്ടിലെത്തിയ ആൾ നെറ്റ് ഓഫ് ചെയ്ത സമയത്ത് ആൾക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ലോയറിൻ്റെ ഡിസിഷൻ റെഡിയായി, ബേസിലിൻ്റെ കാർഡ് കളക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് വന്നേക്കാണ്. കാരണം അത്രയും ഒരു 6 തവണയെങ്കിലും നമ്മുടെ ഡിസിഷൻ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഫോറിൻ ഓഫീസിൽ നിന്ന്. പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഇടപെട്ട് കാർഡിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നു. അപ്പോൾ മാതാവിനോടും ഈശോയിനോടും മാതാവിൻ്റെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനി എന്നും ജീവിതാവസാനം വരെ മാതാവിൻ്റെ മകളായിട്ടും മകനായിട്ടും ജീവിക്കാനുള്ള അനുഗ്രഹം തന്നേന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീട് പണിയുടെ സമയത്ത് കുറേ പ്രാവശ്യം വീട് പണി സ്ലോ ആവും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പലരും പറഞ്ഞു, ഇനി ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട, മോക്ക് 28 വയസ്സായല്ലേ, നിങ്ങൾ കല്യാണം കഴിച്ചു വിടുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ചാച്ചൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമ്മുടെ വീട് പണി എല്ലാ പണിയും തീർന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും സ്തുതി കൊടുത്ത് ഇറങ്ങണം എന്ന് എൻ്റെ ആഗ്രഹം എന്ന്. അതേപോലെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ മാതാവ് ആഗ്രഹിച്ച് ഒരു കാര്യങ്ങൾ പോലും, ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും എൻ്റെ ആഗ്രഹത്തിനൊപ്പം മാതാവ് നടത്തി തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, എന്നെ കഴിയും വിധം എല്ലാ ചേട്ടന്മാർ, പപ്പന്മാർ, അമ്മമാരൊക്കെ എന്തെങ്കിലും സഹായത്തിന് വരുവാണെങ്കിൽ അതുപോലെ ചായ കുടിക്കാനോ ചോറിനാനോ ഒക്കെ ഉള്ള പോലെ പൈസയുള്ള പോലെയൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട്. പത്രം കൊടുക്കാനാണെങ്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതേപോലെ തന്നെ വീടുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്, ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ചെന്ന് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും പേപ്പർ കൊടുക്കാറുണ്ട്. ഇന്ന് പള്ളിയിൽ പോകാനൊക്കെ ആണെങ്കിലും എനിക്ക് എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നിടത്തോളം ദിവസമൊക്കെ ഞാൻ പള്ളിയിൽ പോകും. ബൈബിൾ വായിക്കാനാണെങ്കിലും മുടങ്ങണ ദിവസമൊക്കെ എല്ലാ ദിവസവും തന്നെ വായിക്കാറുണ്ട്. മുടങ്ങണ ദിവസങ്ങളിലൊക്കെ ആയാലും എനിക്ക് അറിയാവുന്നത് സങ്കീർത്തനങ്ങൾ 125, 127, യേശയ്യ 45, സങ്കീർത്തനം 90, 91 അതൊക്കെ ഞാൻ മനസ്സിലായാലും ബൈബിൾ ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ട്. പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു ദിവസമൊക്കെ മുടങ്ങാറുണ്ട് കുർബാന. 8 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 15 ദിവസത്തിലൊരിക്കൽ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതങ്ങൾ. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്ക് മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 ദൈവമാണ് നമ്മുടെ രക്ഷയുടെ കവചം. നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം ജീവിതത്തിലെ ഓരോ പരീക്ഷണങ്ങളിലും ദുഃഖങ്ങളിലും നമ്മെ കാത്തു സംരക്ഷിക്കുകയാണ്.
നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ് ദൈവം നമ്മെ ഒരു ആത്മീയ കവചം പോലെ കാത്തു പരിപാലിക്കുന്നത്. അവിടുത്തെ വലതു കൈയാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ഉടമ്പടി പ്രാർത്ഥനകൾ വഴി ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ അടുത്തറിയുന്നവരാണ് ഉടമ്പടി മക്കൾ. പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വീഴാതെ കാത്തു പരിപാലിക്കുന്നതും നമ്മളെ നിലനിർത്താൻ സഹായിക്കുന്നതും ഈശോയും അമ്മയുമാണ്. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ സംരക്ഷണവും ആ താങ്ങി നിർത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹവും അടുത്തറിഞ്ഞ ഒരു കുടുംബത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ടോമി ജോസഫ് എന്ന സഹോദരനും മക്കളും നമ്മളോട് ഷെയർ ചെയ്തത്. 10 മാസത്തോളം മുടങ്ങിക്കിടന്ന ഒരു വീട് പണിയായിരുന്നു. ആ സമയത്താണ് കൃപാസനത്തെ പറ്റി അറിയുകയും ഫണ്ട് ഇഷ്യൂസിൻ്റെ പ്രശ്നമായതിനാൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് അവിടെ ഇടപെടുകയും അത്രയും നാൾ കിട്ടാതിരുന്ന ഓരോ ഫണ്ടും ലോണും എല്ലാം പാസ്സാകുകയും അതിന് എത്രയും പെട്ടെന്ന് തന്നെയാണ് ആ വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുകയും അതിനോടൊപ്പം തന്നെയാണ് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ സമയത്ത് സാമ്പത്തിക ഞെരുക്കങ്ങളുടെ ആ നിമിഷങ്ങളിൽ തന്നെയാണ് മകളുടെ കല്യാണവും തീരുമാനിച്ചത്. എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ തന്നെ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലിലൂടെയാണ് ഈ മകളുടെ കല്യാണവും വീട് പണിയും എല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചത്. ഈ മകളുടെ ചെറിയൊരു ആഗ്രഹമായിരുന്നു, പൂർത്തിയാക്കിയ വീട്ടിൽ നിന്ന് വേണം ഞാൻ സ്തുതി പറഞ്ഞിറങ്ങേണ്ടതെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും അനുഗ്രഹിച്ച് നൽകിയത്. പിന്നീടുണ്ടായിരുന്ന ഈ മകൻ്റെ രോഗസൗഖ്യം, എന്താണ് രോഗമെന്നറിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. പിന്നീടാണ് ഈ മകളുടെ ഡെലിവറി കാര്യം പറഞ്ഞത്. നമ്മൾ നല്ല ക്ലിയറായിട്ട് കേട്ടു എത്രമാത്രം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമായിരുന്നു, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെങ്കിൽ അവിടെയും ഒരു നല്ല നോർമൽ ഡെലിവറി നൽകിയാണ് ഈ മകളെ ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കൂടെ എപ്പോഴും ഒരു രക്ഷയുടെ കവചമാണ്. നമ്മുടെ വലത് കൈ പിടിച്ചുകൊണ്ട് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകൾ പറഞ്ഞത്, അവിടെ ജോലി സംബന്ധമായ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഈ മക്കൾക്ക് 26 പേരുടെ ഫയൽസാണ് അവർ ഫോർവേഡ് ചെയ്തത്, 26 പാസ്പോർട്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കിട്ടാതെ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ വിഷമിച്ച നിമിഷങ്ങളിൽ വീണ്ടും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെങ്കിൽ ഇവർ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മകളുടെ അച്ഛൻ തന്നെയാണ് ഓരോ പാസ്പോർട്ടിലും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചാണ് അവർ സബ്മിറ്റ് ചെയ്തത്. കാരണം എന്തു വന്നാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടെ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാ പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ആവാം, തീർച്ചയായിട്ടും അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഓരോ വ്യക്തികളും അക്കാര്യത്തിൽ ഇടപെടുന്നത്. സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ് ഒരു ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയിൽ കൂടെ ഇവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ആ സ്ത്രീ തന്നെയാണ് ഇവരെ സഹായിക്കുകയും ഒരു റൂറലായിട്ടുള്ള ഒരു സ്ഥലത്ത് ഡൽഹിയിൽ ആ സ്ഥലം കണ്ടുപിടിച്ച് പാസ്പോർട്ട് 26 പേരുടെ പാസ്പോർട്ട് തിരികെ കിട്ടണമെങ്കിൽ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെയും അമ്മയുടെ ഇടപെടലും കാരണം മാത്രമാണെന്നാണ് ഈ മക്കൾ വിശ്വസിക്കുന്നത്. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെ അനുഗ്രഹവും കാരണം മാത്രമാണ് ഇന്ന് ഈ പാസ്പോർട്ടെല്ലാം തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അമ്മയുടെ സന്നിധിയിൽ കുടുംബസഹിതം വന്ന് നിൽക്കുവാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ TRC പ്രോബ്ലം ആയിരുന്നു, നോർമൽ TRC ടു ചേഞ്ച് ടു ബിസിനസ് TRC. അതും വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അത് ചേഞ്ച് കിട്ടാനായിട്ട് വളരെ ശ്രമിച്ചു. പിന്നീട് അതും ഈശോയും അമ്മയും ഇടപെടുകയായിരുന്നു. കൃപാസനത്തിൽ വന്ന് അതും ഈ മകന് കിട്ടാതിരുന്നപ്പോൾ മകന് തന്നെ ഒരു ഉള്ളിൽ പ്രചോദനമാണ്, നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം ഒന്നും കൂടി. അവസാനമായിട്ട് ഒരു ലാസ്റ്റ് ട്രയൽ എന്ന രീതിയിൽ വീണ്ടും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോവുകയും ആ ദിവസം തന്നെയാണ് ബിസിനസ് TRC ലഭിക്കുകയും ചെയ്തത്. ഈശോയുടെയും അമ്മയുടെയും വലിയ ഒരു അനുഗ്രഹമാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത്. അവിടുത്തെ ഈശോയുടെ വാത്സല്യവും കരുണയും സംരക്ഷണവും എല്ലാം ഈ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഉടമ്പടിയിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുന്നത്.
ദൈവം നമ്മെ മാറ്റി രൂപാന്തരപ്പെടുത്തി ഒരു നല്ല വിശുദ്ധിയിലുള്ള ഒരു ജീവിതമാണ് ഉടമ്പടി ജീവിതം. ആ ഉടമ്പടിയിലുള്ള ജീവിതം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് വർഷിക്കുന്നതായിട്ടാണ് നാം കാണുവാൻ സാധിക്കുന്നത്. കൃപാസനം ഉടമ്പടിയിൽ നമുക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവേ അങ്ങാണ് ഞങ്ങളുടെ പരിചയമെന്നും, തളരുമ്പോൾ കർത്താവേ അവിടുന്നാണ് എൻ്റെ വലം കൈ എന്നെ താങ്ങണമേ എന്നും, വിജയത്തിൽ അവിടുത്തെ കൃപ കൊണ്ടാണ് എൻ്റെ വിജയമെന്നും ഏറ്റുപറയുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ടോമി ജോസഫിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഫെവിയ ദാസ്. എൻ്റെ ഹസ്ബൻഡ് ക്രിസ്തുദാസ്, മകൾ ക്രിസ്വിന ആബിഗയിൽ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സെൻറ്റ് ജേക്കബ് ഫെറോന ചർച്ചിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2022 നവംബർ മാസം 8-ാം തീയതിയാണ്. അതിനു മുമ്പ് തന്നെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കൃപാസനത്തിലെ പത്രവും ഉടമ്പടി ഉപ്പും ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് തരുമായിരുന്നു. കൂടാതെ ഞങ്ങൾ ഡെയിലി ഹോസ്റ്റലിലിരുന്ന് അനുദിനം പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് ചൊല്ലുമായിരുന്നു. പിന്നെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് കാരണം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പം ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് പല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഹൈ റിസ്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെയാണെങ്കിലും അവരെന്നെ കുട്ടി അബോഷൻ ആയെന്ന് പറഞ്ഞ് എന്നെ അബോട്ട് ചെയ്തവരുടെ കൂടെയായിരുന്നു അഡ്മിറ്റ് ചെയ്തത്. ഞാനും എൻ്റെ കുടുംബവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പരിശുദ്ധ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6-ാം മാസമായപ്പോൾ എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പാവുകയും കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പമില്ലെന്ന് സ്കാനിങ്ങിൽ തെളിയുകയും ചെയ്തു. കൂടാതെ എനിക്ക് 8-ാം മാസം ആയപ്പോൾ ഞാൻ കൃപാസനത്തിൽ വരികയും ആദ്യമായി ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഇതിനെ ഞാൻ ഉടമ്പടിയിൽ ആദ്യമായി വെച്ചത് എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകണമെന്നാണ് മാതാവിനോട് ഞാൻ മാധ്യസ്ഥം യാചിച്ചത്. കാരണം ഡോക്ടർ സജസ്റ്റ് ചെയ്തത് എനിക്ക് സിസേറിയൻ സെഷനും ഡെലിവറി ടൈമിൽ എനിക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എൻ്റെ ഡെലിവറി ടൈമിൽ യാതൊരുവിധ കോംപ്ലിക്കേഷൻ ഒന്നും കൂടാതെ തന്നെ നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് ജനുവരി 13-ാം തീയതി എനിക്ക് ജന്മം നൽകാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. ഈ കൃപ നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ 2-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞിന് 3-ാം മാസമായപ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ ചെവിയുടെ താഴെയായിട്ട് ഒരു മുഴ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതോടുകൂടെ കഠിനമായ പനിയുണ്ടായി. പനി 104-105 ടെമ്പറേച്ചർ വരെ പോകുമായിരുന്നു. 5 ദിവസം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടും ടെമ്പറേച്ചർ കുറയുന്നില്ലായിരുന്നു. മരുന്നുകൾ മാറ്റി കൊടുത്തിട്ടും ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടും ടെമ്പറേച്ചറിന് കുറവില്ലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്തു. അന്നേ ദിവസം 5-ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് നമുക്ക് കുടുംബത്തിൽ തന്നെ ഒരു അപ്പച്ചൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അന്നേ ദിനം രാത്രി കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ വന്നായിരുന്നു. ആ സമയത്ത് ഉടമ്പടി തൈലം ഒരടപ്പ് പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ വായിൽ അപ്പച്ചൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. അന്ന് രാത്രിയോടുകൂടി അവളുടെ ടെമ്പറേച്ചർ വിട്ടുമാറി. അവൾക്ക് അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു പനി ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് ഞങ്ങൾ കുഞ്ഞിനെ കഴുത്തിൻ്റെ മുഴ കാരണം ഞങ്ങൾ ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്ത ഹോസ്പിറ്റലിലോട്ട് പോയി അഡ്മിറ്റായി. അവിടെ എത്തിയപ്പോൾ അവർ പലവിധ കാരണങ്ങൾ പറഞ്ഞു. സാധാരണ ഈ പ്രായത്തിൽ 3 മാസത്തിൽ കുഞ്ഞിനിങ്ങനെ കഴുത്തിൽ മുഴ വരാൻ സാധ്യതയില്ലെന്നും കുടുംബത്തിൽ ആർക്കെങ്കിലും TB-യോ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ഹിസ്റ്ററിയൊക്കെ കളക്ട് ചെയ്തായിരുന്നു. പക്ഷേ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തത് കുഞ്ഞിന് TB ആണ്, TB ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആ സമയവും ഞങ്ങൾ മാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം നിരന്തരമായി കഴുത്തിൻ്റെ സൈഡിലെ മുഴയിൽ തേച്ച് കൊടുക്കുമായിരുന്നു. കൂടാതെ കുഞ്ഞ് കിടക്കുന്നതിൻ്റെ തലയണയുടെ അടിയിൽ കൃപാസനത്തിൻ്റെ പത്രം വെച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഫോണിൽ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നപ്പോൾ സാക്ഷ്യങ്ങൾ കൂടുതൽ കേൾക്കുമായിരുന്നു.
TB ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ TB നെഗറ്റീവായിരുന്നു. പിന്നെ അതിനുശേഷം ഡോക്ടർ സജസ്റ്റ് ചെയ്തു എന്നാൽ ബയോപ്സിക്ക് വിടണം സാമ്പിൾ എടുത്ത്. ഞങ്ങൾ മാതാവിനോട് പ്രത്യക്ഷീകരണത്തിൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ നടക്കുമ്പോൾ മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥ യാചിച്ച് പറഞ്ഞു, അമ്മേ മാതാവേ 7 ദിവസത്തിൽ കൂടുതൽ ഈ ആശുപത്രിയിൽ ഞങ്ങളെ അഡ്മിറ്റാക്കാൻ ഇടയാക്കരുതേ. കാരണം 3 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഒരുപാട് ഇഞ്ചക്ഷൻസും ആൻറ്റിബയോട്ടിക്സും ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ മോശമാകും. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ മാധ്യസ്ഥ യാചിച്ചതിൻ്റെ ഫലമായി തന്നെ ബയോപ്സിക്ക് വിട്ട റിസൾട്ടിൽ നെഗറ്റീവാണ് വന്നത്. ആ ആശുപത്രിയിൽ അഡ്മിറ്റായി 4ാമത്തെ ദിവസമായപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ക്യാനുലയൊക്കെ ഔട്ടായിരുന്നു. ഇഞ്ചക്ഷൻസ് ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് ഞങ്ങളെ ഒബ്സർവേഷനിലിരുത്തി. അന്നും ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. 5ാമത്തെ ദിവസമായപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിലെ മുഴ ചെറുതായി കുറയാൻ തുടങ്ങി. പിന്നെ ആ ചുമന്ന നിറത്തിലുണ്ടായിരുന്ന ആ മുഴ പിന്നെ കളറ് മാറുകയും മുഴ ചെറുതായിട്ട് കുറഞ്ഞു വരികയും ചെയ്തു. ഡോക്ടർമാർ വരെ ഞങ്ങളോട് ചോദിച്ചു ഇതെങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചു. അവർ പറഞ്ഞ് നിങ്ങൾ എന്തായാലും തന്നെ 2 വയസ്സ് വരെ കുഞ്ഞിനെ നിരന്തരം ആശുപത്രിയിൽ കൊണ്ടുവരണം, കാരണം ഈ മുഴ ദേഹത്ത് പലയിടത്തും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. മാതാവ് ഞങ്ങൾക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ പൂർണ്ണ സൗഖ്യം തരികയും 7ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ പോവുകയും ചെയ്തു. 2 വയസ്സ് വരെ കുഞ്ഞിനെ മാസം തോറും ആശുപത്രി കൊണ്ട് ചെക്കപ്പ് നടത്തുമായിരുന്നു. ശരീരഭാഗങ്ങളിൽ ഒരിടത്തും കുഞ്ഞിന് ഒരു മുഴയോ ഒന്നും അതിനുശേഷം ഇതുവരെയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഉടമ്പടി വസ്തുവായ നേർച്ച വസ്തുവായ തൈലം ഞങ്ങൾ നിരന്തരമായി കുഞ്ഞിന് തേച്ച് കൊടുക്കുമായിരുന്നു. ഏതൊരു ചെറിയ അസുഖം വന്നാലും ഞാൻ മരുന്നൊന്നും എടുക്കത്തില്ല, കാരണം ഞാൻ ആദ്യം ഓടിപ്പോയി ഉടമ്പടി തൈലവും ഉപ്പുമാണ് അവൾക്ക് കൊടുക്കുന്നത്. ഇത് രാവിലെ ഞാൻ ഉടമ്പടി ഡെയിലി ബ്രെഡ് കൂടിയതിന് ശേഷം എൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത് പോലെ തന്നെ കുഞ്ഞിൻ്റെ നെറ്റിയിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അനുഗ്രഹം രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് നിരന്തരമായി സ്കിൻ അലർജി വരുമായിരുന്നു. സ്കിൻ അലർജി എന്ന് പറയുമ്പോഴത്തേനും ശരീരം ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. ഉറങ്ങിക്കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരം ചുണത്ത് വലിയ വട്ടം പോലെ മുഖമൊക്കെ ഇത്തിരി നീരിട്ടിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ അടുത്ത ആശുപത്രിയിൽ പോകും, അലർജിക്കുള്ള മെഡിസിൻസ് ഇഞ്ചക്ഷൻസ് എടുക്കും, ടാബ്ലറ്റ്സ് കഴിക്കും വരും. പക്ഷേ ഇതിനൊരു മാറ്റം ഉണ്ടായില്ല. ഇത് എനിക്ക് 1.5 വർഷത്തോളം എനിക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. നിരന്തരമല്ല, 2 മാസം കൂടുമ്പം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫുഡ് അലർജി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഫുഡ് അലർജി, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്ത് എല്ലാത്തിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ ഒരു തവണ കൃപാസനത്തിലൂടെ വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി ഇതുപോലെ എനിക്ക് സ്കിൻ അലർജി കൂടിയിരുന്നു. ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കൃപാസനത്തിൽ വരണം, വന്ന് മാതാവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം, പക്ഷേ എനിക്ക് ഈ സ്കിൻ അലർജി ഇതോടുകൂടി പൂർണ്ണമാക്കി തരണം. അന്ന് ഞാൻ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എവിടെയെല്ലാം മുഖത്ത് പാടുകളുണ്ടായിരുന്നോ തടിച്ചു വന്നോ അവിടെയെല്ലാം ഞാൻ ഉടമ്പടി തൈലം തേച്ച് പുരട്ടി മാതാവിൻ്റെ അടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേന്ന് രാവിലെയായിരുന്നു ഞാൻ കൃപാസനത്തിൽ വരുന്നത്. വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനും എൻ്റെ ദേഹത്ത് നിന്ന് ഈ സ്കിൻ അലർജിയുടെ ഇതൊക്കെ കുറഞ്ഞ് തടിപ്പുകളെല്ലാം കുറഞ്ഞു വന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് രാവിലെ 6:30 ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ദേഹത്ത് ഒരു ചൊറിച്ചിലോ ഒന്നുമില്ല. അതിനുശേഷം ഇന്നേ വരെയായി എനിക്ക് സ്കിൻ അലർജി വന്നിട്ടില്ല. ഇതിനു വേണ്ടി ഞാൻ ആശുപത്രിയിലും പോയിട്ടില്ല. ഇപ്പോൾ ഇത് വരാതെ തന്നെ ഏകദേശം 1.5 വർഷത്തിലേറെയായി എനിക്കിപ്പോൾ ഈ സ്കിൻ അലർജി ഒന്നും വരാതെ. ഈ സ്കിൻ അലർജി മാറ്റി പൂർണ്ണ സൗഖ്യം തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അടുത്തതായുള്ള രോഗസൗഖ്യം എന്ന് പറയുന്നത്, ഹസ്ബൻഡിന് നിരന്തരമായി കണ്ണിലിങ്ങനെ കൺകുരു വരുമായിരുന്നു. 1 വർഷത്തിലേറെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നാലും കണ്ണിലിങ്ങനെ കൺകുരു വരും. അപ്പോൾ അവിടെ ഉടമ്പടി വസ്തുക്കളില്ലെങ്കിലും ഞാൻ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് മാതാവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കും. കണ്ണിലെ കുരു ആണെങ്കിൽ വന്ന് പഴുത്ത് പൊട്ടി ചലങ്ങളിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പല ഐ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കാണിച്ചിട്ടാണെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, അങ്ങനെ പല കാരണങ്ങൾ പറയും. പക്ഷേ ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ടിലാണെങ്കിൽ എല്ലാം നോർമലായിരിക്കും. മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ മാധ്യസ്ഥം യാചിച്ചു പ്രാവശ്യം, മാതാവേ ഈ കണ്ണിലെ കുരു എല്ലാം അവിടെ നിന്ന് അമ്മ മാറ്റിത്തരണമേ എന്ന് ഡെയിലി ബ്രെഡിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം ഞാൻ ഹസ്ബൻഡിന് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അത് ജോലി സ്ഥലത്തിരുന്ന് സമയം കണ്ടെത്തി കൂടുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ തന്നെ ഏകദേശം 1 വർഷത്തിലേറെയായി ഹസ്ബൻഡിന് കണ്ണിലെ കുരു പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. കണ്ണിലെ കുരു വരുന്ന സമയങ്ങളിലെല്ലാം നാട്ടിലായിരിക്കുമ്പോൾ ഉടമ്പടി തൈലം ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് കണ്ണിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു.
കൂടാതെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് മിലിറ്ററിയിലാണ്. അപ്പം അവിടെ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഡെയിലി ബ്രെഡൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. സാക്ഷ്യങ്ങളൊക്കെ കാണാനായിട്ട് ഞാൻ ഫോണിൽ അയച്ചു കൊടുക്കും. ഹസ്ബൻഡ് സമയം കണ്ടെത്തി അതൊക്കെ ചെയ്യും. ഈ ഒരു മാറ്റം തന്നെ ഹസ്ബൻഡിലും ഒരുപാട് മാറ്റം ഉണ്ടാക്കി. കുറച്ചുകൂടെ ബൈബിൾ വായിക്കാനും ദൈവിക കാര്യങ്ങൾ ഇടപെടാനും നാട്ടിൽ വന്നാലും പള്ളിയിൽ പോകാനും ജോലി സ്ഥലത്തായിരിക്കുന്നിടത്ത് വരെ അങ്ങനെ പള്ളിയിലൊന്നും പോകാത്ത ഒരാളാണ്. പക്ഷേ പുതിയടുത്ത് പോസ്റ്റിംഗ് പോയെടുത്ത് പള്ളിയൊക്കെ കണ്ടുപിടിച്ച് കുർബാനയൊക്കെ കാണാനുള്ള ഒരു താല്പര്യം സ്വയമേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഈ മാറ്റങ്ങളൊക്കെ അനുഗ്രഹിച്ച മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ജർമ്മൻ ലാംഗ്വേജിന് നോക്കുകയായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഇതുവഴി തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീ ആയിട്ട് പഠിക്കുവാനുള്ള അവർ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് എന്നെ അങ്ങോട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുകയും B1 വരെ ഞാൻ അവിടെ പഠിക്കുകയും ചെയ്തു. ഞാൻ എല്ലാ മാസവും തന്നെ കൃപാസനത്തിൽ വരും. 2 തവണയെങ്കിലും വരും. കൂടെ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ എനിക്ക് പരിചയമുള്ള ആരെങ്കിലും, ഞാൻ പത്രം കൊടുത്ത് അറിയാമെന്നുള്ളവർ, ഇവരൊക്കെ എൻ്റെ കൂടെ കാണും. ഞാൻ അവരെയൊക്കെ കൊണ്ടാണ് കൃപാസനത്തിൽ വരുന്നത്. അങ്ങനെ എൻ്റെ B1 എക്സാമിൻ്റെ സമയത്ത് ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ എക്സാമിന് മുന്നേ കൃപാസനത്തിലൊന്നും വന്നില്ലായിരുന്നു. ഡയറക്റ്റ് ഡേറ്റൊക്കെ എടുത്ത് ഞാൻ പോയി എക്സാം എഴുതുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതിയപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ പാസ്സാകാൻ വേണ്ടി സാധിച്ചുള്ളൂ. ബാക്കി 3 മൊഡ്യൂൾ എനിക്ക് ഫെയിലായി. അപ്പം ഞാൻ അതിനുശേഷം ഒരുപാട് സങ്കടപ്പെട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുന്നിൽ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവ് എന്തേലും ഒരു വഴി കാണിച്ചു തരണം. കാരണം ഞാൻ ചിലപ്പം എനിക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു പരീക്ഷ എഴുതിയത്. ആ ഒരു ഇതിലായിരിക്കും മാതാവ് എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളെന്ന് മാതാവ് എനിക്കിതിലൂടെ കാണിച്ചു തന്നു. 2ാമത്തെ അറ്റംപ്റ്റിന് ഡേറ്റ് എടുത്തു. ഞാൻ അതിന് മുന്നേ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു. അച്ഛൻ തന്ന കാശ് രൂപം കൊണ്ടുപോയി എക്സാം ഹാളിൽ ഉടമ്പടി ഉപ്പ്, തേന്, ഉടമ്പടി തൈലം ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടായിരുന്നു പരീക്ഷാ ഹാളിൽ പോകുന്നത്. ഉടമ്പടി കാശ് രൂപം എക്സാമിന് പോകുമ്പോൾ ഞാൻ ഹാളിൽ കൊണ്ടുപോകുമായിരുന്നു. 2ാമത്തെ അറ്റംപ്റ്റിൽ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ പരീക്ഷ ഒരുവിധം കുഴപ്പമില്ലാതാക്കി തന്നു. റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ നീല മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമായിരുന്നു റിസൾട്ട് ഓപ്പൺ ചെയ്തേ. പക്ഷേ പ്രാർത്ഥനയുടെ ഇടയിൽ എൻ്റെ നീല മെഴുകുതിരിയിൽ മാതാവിൻ്റെ ഹൃദയം തെളിഞ്ഞു വന്നായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു. അവരൊക്കെ കണ്ടായിരുന്നു. ആ ഒരു ഇതിൽ എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം ഉണ്ടായി. മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പം അടുത്ത അറ്റംപ്റ്റിൽ തന്നെ 3 മൊഡ്യൂളും മാതാവാണ് എനിക്ക് പാസ്സാക്കി തന്നത്. അങ്ങനെ എൻ്റെ ജർമ്മൻ്റെ B1 ലെവൽ ഫുള്ള് മാതാവ് പാസ്സാക്കി തന്നു. അതിനുശേഷം ഞാനായി കൂടി ഒരു ഏജൻറ്റിനെ അപ്രോച്ച് ചെയ്ത് അവിടെ ഒരു 3 ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും 3 റിജക്റ്റായി. പിന്നീട് ഞാൻ B2 പഠിക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. B2 പഠിച്ചു. B2 ഇതുപോലെ എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം പാസ്സായി. ഇതിനിടയ്ക്ക് ഗവൺമെൻറ് വഴി തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ പലയിടത്ത് പോകുന്നു, ഒന്നും ശരിയാവുന്നില്ല, എന്തായിരിക്കും ഇതിന് കാരണം? അതുകൊണ്ട് മാതാവ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണം. ഇൻ്റർവ്യൂവർ എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യനും ചോദിക്കരുത്, പഠിക്കുന്നതിനെക്കുറിച്ചോ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചോ ഒന്നും ചോദിക്കരുത്. മാതാവ് എന്നോട് സംസാരിക്കണം ഇൻ്റർവ്യൂ ടൈമിൽ. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം ഒരു ഇൻ്റർവ്യൂവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൂട്ടുകാരിയോട് സംസാരിക്കണത് പോലെ എൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ചോദിച്ചത്. ഞാൻ എന്തു പഠിച്ചോ, ഏത് ലെവലാണ് ഇപ്പോൾ പഠിക്കുന്നത് എന്നൊന്നും ചോദിക്കാതെ ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഞാൻ ഫ്രീ ആയിട്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ ഇൻ്റർവ്യൂവർ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവാണ് ഈ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഗവൺമെൻറ് വഴി തന്നെ പ്രോസസ്സിങ് ആരംഭിച്ചു. എൻ്റെ B2 ഫുൾ മൊഡ്യൂളും മാതാവ് തന്നെയാണ് പാസ്സാക്കി തന്നത്. കാരണം എൻ്റെ കഴിവുകൊണ്ട് ഇത് എനിക്ക് പാസ്സാകാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഓരോ പരീക്ഷയ്ക്ക് ഓരോ ഇടത്ത് പോകുമ്പോഴും ഏത് സ്ഥലത്തോട്ടാണോ ഞാൻ എക്സാമിന് പോകുന്നത് ആ സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള ഹിന്ദി പത്രം, ഇപ്പം ഞാൻ ഡൽഹിയിലാണ് എക്സാമിന് ഉണ്ടെങ്കിൽ ഹിന്ദി പത്രം, ഇംഗ്ലീഷ് പത്രം എല്ലാം ഞാൻ കൃപാസനത്തിൽ വന്ന് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. കൂടാതെ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉടമ്പടി കാശ് രൂപവും ഞാൻ എക്സാം ഹോളിൽ കൊണ്ടുപോകുമായിരുന്നു. ചില എക്സാമിനൊക്കെ ഉടമ്പടി കാശ് രൂപ അകത്ത് കയറ്റാൻ പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്ത് നേരത്തെ തന്നെ വയ്ക്കുമായിരുന്നു.
ചില സെൻറ്ററിലൊന്നും നമുക്ക് ഈ ഓർണമെൻറ്റ്സ് ഒന്നും അലോഡല്ല. അപ്പം ഞാൻ അത് അറിയാമെന്നുള്ള സെൻറ്ററിൽ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ തന്നെ ഉടുപ്പിനകത്ത് കാശ് രൂപ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് എക്സാമിന് പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായി തന്നെ മാതാവ് എനിക്ക് B2ൻ്റെ 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. കൂടാതെ എൻ്റെ ഗവൺമെൻറ് വഴിയുള്ള ഇൻ്റർവ്യൂവിൽ തന്നെ മാതാവ് എനിക്ക് 3 ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ 2 ഹോസ്പിറ്റൽ സെലക്ട് ആയതിൽ മാതാവ് തന്നെ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്ത് തരികയും അവിടെ ഞാൻ ഈ മാസം 10-ാം തീയതി ജർമ്മനിയിലെ സാർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിലോട്ട് നേഴ്സായി ജോലിയിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ അനുഗ്രഹം നൽകി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇതുപോലെ തന്നെ പത്രങ്ങൾ വാങ്ങിക്കും. പല ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് ഈ ലാംഗ്വേജിലുള്ള പത്രങ്ങളാണ് മേടിക്കുന്നത്. പക്ഷേ എനിക്ക് ഹിന്ദി ഒട്ടും അറിയത്തില്ല. എന്നാലും ഞാൻ ഈ പൂനെയിലും അവിടെ ഇവിടെയൊക്കെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോഴത്തേനും ഞാൻ ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയും പറഞ്ഞ് ഈ പത്രങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പേപ്പറിൽ എഴുതി അവർക്ക് പത്രത്തോടെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതൽ പേര് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് കൃപാസനത്തിൻ്റെ കാശ് രൂപം, മാതാവിൻ്റെ ഫോട്ടോ ഇതൊക്കെ അവർക്ക് കൊടുത്ത് യൂട്യൂബിലെല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു. കൂടാതെ എനിക്കറിയാവുന്നവരും അവർക്ക് ഒറ്റയ്ക്ക് കൃപാസനത്തിൽ വരാൻ പറ്റാത്തവരായിട്ടുള്ളവർ എൻ്റെ കൂടെയുള്ളവരും പരിചയത്തിലില്ലാത്തവരെ പോലും ഞാൻ കൃപാസനത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാനും എൻ്റെ ബ്രദറുമാണ് ആദ്യം കൃപാസനത്തിൽ വരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ കാരുണ്യ പ്രവർത്തികൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം 25 പൊതി ഫുഡിൽ തുടങ്ങിയതാണ്. ഇപ്പം നമ്മൾ ഒരു 70ഓളം പാക്കറ്റ് ഫുഡ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ട് കൊടുക്കും. ഒരിടത്ത് ഒരു ഹോസ്പിറ്റലിൽ ഇന്ന് ഈ ഒരു മാസം ഈ ഹോസ്പിറ്റലിൽ കൊടുത്താൽ നമ്മൾ അടുത്ത മാസം വേറെ സ്ഥലങ്ങളിൽ കൊടുക്കും. കൂടുതലും ഈ റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിലും കടവരാന്തകളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ അവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ വൃദ്ധസദനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന ഒരു തുക നമ്മൾ എല്ലാ മാസവും അവർക്ക് അവരുടെ അക്കൗണ്ടിലും അയച്ചു കൊടുക്കും. കൂടാതെ അവർക്ക് വേണ്ടിയുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ മേടിച്ച് അവരുടെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടെത്തിക്കും. ഈ കാരുണ്യ പ്രവൃത്തികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് നാൾ എൻ്റെ കുർബാനയൊക്കെ മുടങ്ങിക്കിടക്കുമായിരുന്നു. ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവുകയും 2 ആഴ്ച കൂടുമ്പം കൃത്യമായിട്ട് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടാതെ ഡെയിലി ബ്രെഡ് കാണുകയും അതിനു മുന്നേ തന്നെ സ്റ്റാറ്റസ് ഇടുകയും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. സാക്ഷ്യങ്ങൾ കാണുമ്പോഴത്തേനും ആണെങ്കിൽ ആർക്കാണോ ഈ സാക്ഷ്യം അർഹതയായിട്ട് തോന്നുന്നത് അവർക്ക് ഞാൻ ഈ സാക്ഷ്യം അയച്ചു കൊടുത്തിട്ട് അവരെ കാണാനായിട്ട് പറയും. ചില ഫ്രണ്ട്സൊക്കെ ദൂരത്താണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടിയുടെ ബുക്കും കാശ് രൂപം മാതാവിൻ്റെ ഫോട്ടോ അങ്ങനെ പത്രം ഇതൊക്കെ വെച്ച് അവർക്ക് പോസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെയാണെങ്കിലും അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ബൈബിൾ വായിക്കുകയും മുടങ്ങാതെ തന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലും. കൂടാതെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം വീട്ടിൽ TV നമ്മൾ കണക്ട് ചെയ്ത് വീട്ടിലെല്ലാവരും കൂടെ കുഞ്ഞു പിള്ളേരെല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ അവിടെ ഇരുന്ന് കൂടുമായിരുന്നു. ഇതെല്ലാം തന്നനുഗ്രഹിച്ച ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ പ്രശ്നങ്ങളിലും കഷ്ടതകളിലും രക്ഷ നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എൻ്റെ നാമം അറിയുന്നവരെ, എന്നോട് ഒട്ടി നിൽക്കുന്നവരെ സംരക്ഷിക്കുമെന്നാണ് ദൈവം പറയുന്നത്. ഞാൻ അവനെ സംരക്ഷിക്കും, അനുഗ്രഹം നൽകും. ദൈവസ്നേഹവും വിശ്വാസവും ഉള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്, ഒരു പ്രകടനമാണ്. ഉടമ്പടിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ഉയർച്ചയും ഉറപ്പാണ്. അങ്ങനെയുള്ള ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഈ പരിശുദ്ധ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം ഓരോ ദിവസവും ഓരോ നിമിഷവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ജനതയാണ് ഉടമ്പടി മക്കൾ. യോഹന്നാന്റെ സുവിശേഷം 2-5 പറയുന്ന പോലെ, അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുക എന്നാണ്.
ഉടമ്പടിയിലും ഈശോയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതുതന്നെയാണ്. ഉടമ്പടി മക്കൾ ഈശോയുടെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് വർഷിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രയാസങ്ങളിൽ നാം സ്നേഹത്തോടെ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മുടെ ഭയങ്ങളിൽ വിശ്വാസവും സംശയങ്ങളിൽ ഒരു ഉറച്ച പ്രത്യാശയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സംരക്ഷിക്കും, എനിക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിശ്വാസം. ഉടമ്പടി ദൈവം, ആ ദൈവ സാന്നിധ്യമാണ് നമ്മെ രക്ഷിക്കുന്നതും നമ്മെ ഉയർത്തുന്നതും നമ്മെ അനുഗ്രഹിക്കുന്നതും. ഭവ്യ ദാസ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ഈശോയുടെ അമ്മയുടെയും ഒരു വലിയ ദൈവ സാന്നിധ്യവും അനുഗ്രഹവുമാണ് നാം കേട്ടത്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടുനിന്നാൽ ദൈവം നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവരെ സംരക്ഷിക്കുമെന്നാണ് ദൈവത്തെ അറിയുന്ന മക്കളുടെ ജീവിതത്തിൽ. അതായത് ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് രോഗമായാലും, എന്ത് ജോലി പ്രശ്നമായാലും, കുടുംബ പ്രശ്നങ്ങളായാലും, തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നതായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നാം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ ഉള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഈശോയുടെ മമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആ ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഭയങ്ങളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമെല്ലാം നമുക്ക് ഏൽപ്പിക്കാം. ഭയങ്ങളിൽ വിശ്വാസം നൽകുന്ന ദൈവം, സംശയങ്ങളിൽ ഒരു ഉറച്ച പ്രതീക്ഷ നൽകുന്ന, ഒരു പ്രത്യാശ നൽകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ രക്ഷിക്കും, നമ്മെ ഉയർത്തും, നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം പോലെ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്ന വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഫെവിയ ദാസിന് കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.